മനോരമ ഓൺലൈൻ പ്രീമിയത്തിൻ്റെ IPL ഡഗ്ഔട്ടിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഏറെ ആവേശം നിറഞ്ഞ IPL 17ാം സീസൺ ഒരാഴ്ച പിന്നിട്ടിരിക്കുകയാണ്. അടുത്ത വർഷം നടക്കുന്ന 2020 ലോകകപ്പിന് മുമ്പുള്ള പ്രധാന മത്സരം, ഇന്ത്യയുടെ ഇതിഹാസ നായകനായിരുന്ന MS ധോണിയുടെ അവസാന IPL ടൂർണമെൻറ്റ് എന്നിങ്ങനെ ഒട്ടേറെ സവിശേഷതകളുള്ള ഒരു ടൂർണമെൻറ്റാണിത്. ഈ ടൂർണമെൻറ്റിലെ ആദ്യത്തെ ഒരാഴ്ച പിന്നിടുമ്പോൾ പ്രമുഖ ടീമുകളുടെ മത്സരങ്ങളെക്കുറിച്ചുള്ള ഒരു അവലോകനമാണ് ഞങ്ങൾ ഈ ചർച്ചയിലൂടെ ഉദ്ദേശിക്കുന്നത്. മനോരമ സ്പോർട്സ് ഡെസ്കിൻ്റെ ഭാഗമായ 3 സഹപ്രവർത്തകരാണ് ഇവിടെ ജോയിൻ ചെയ്യുന്നത്. ഞാൻ അജയ് ബെൻ, അർജുൻ രാധാകൃഷ്ണൻ, മുഹമ്മദ് ദാവൂദ്. ആദ്യം തന്നെ ഈ സീസണിൽ ഏറ്റവും വിവാദമായ ഒരു സംഭവത്തിൽ നിന്ന് തന്നെ നമുക്ക് തുടങ്ങാമെന്ന് കരുതുന്നു. കാരണം ഹാർദിക് പാണ്ഡ്യയും മുംബൈ ഇന്ത്യൻസും, അതാണല്ലോ ഇപ്പോൾ ഏറ്റവും വലിയ ചർച്ചാ വിഷയം. ഗുജറാത്ത് ടൈറ്റൻസിനെ ഉപേക്ഷിച്ച് മുംബൈ ഇന്ത്യൻസിനെ നയിക്കാനെത്തിയ ഹാർദിക് പാണ്ഡ്യ ആദ്യ മത്സരത്തിൽ ഹാർദിക്കിന് തോൽവി വഴങ്ങേണ്ടി വന്നു. അതുപോലെ തന്നെ ഗുജറാത്ത് ആരാധകർ ഹാർദിക്കിനെ കൂവലോടെയൊക്കെയാണ് വരവേറ്റത്. അങ്ങനെ പല സംഭവങ്ങളും ഉണ്ടായി. അതുകൊണ്ട് ഗുജറാത്ത് ടീമിനെ ഉപേക്ഷിച്ച് മുംബൈയിലേക്ക് എത്തിയ ഹാർദിക്കിൻ്റെ തുടക്കം എങ്ങനെയായിരുന്നു? ഹാർദിക്കിൻ്റെ ക്യാപ്റ്റൻസിയെക്കുറിച്ച് പറയുമ്പോൾ ആദ്യം ഗുജറാത്തിലുണ്ടായിരുന്ന സംഭവങ്ങളോട് നമ്മൾ പറയണം. പുതുതായിട്ടൊരു ടീം വരുന്നു, ഹാർദിക്കിനെ മുംബൈ ഡംപ് ചെയ്യുന്നു എന്ന് തന്നെ വേണമെങ്കിൽ പറയാം. ഹാർദിക് മുംബൈയിൽ നിന്ന് ഗുജറാത്തിലേക്ക് വരുന്നു. അപ്പോൾ ആദ്യ സീസൺ ക്യാപ്റ്റനായിട്ട് അവർ കിരീടം നേടുന്നു. രണ്ടാം സീസണിൽ അവർ ഫൈനൽ കളിക്കുന്നു. അപ്പോൾ അദ്ദേഹം ഒരു പ്രൂവൺ ക്യാപ്റ്റനായിട്ടാണ് മുംബൈയിലേക്ക് വരുന്നത്. പക്ഷേ അദ്ദേഹത്തിൻ്റെ ക്യാപ്റ്റൻസിയെ മാറ്റി നിർത്തി അദ്ദേഹത്തിൻ്റെ ചില പെരുമാറ്റ കാര്യങ്ങൾ കൂടി നമ്മൾ നോക്കേണ്ടതുണ്ട്. ഈ മത്സരത്തിൽ ഇപ്പോൾ രോഹിത് ശർമ്മയായിട്ടുണ്ടായ ചെറിയ പ്രശ്നങ്ങളൊക്കെ നോക്കുമ്പോൾ, ആദ്യ സീസണിൽ ഗുജറാത്തിൻ്റെ ഒരു മത്സരത്തിനിടയിൽ ഫീൽഡിലൊരു മിസ് വരുത്തിയ മുഹമ്മദ് ഷമിയെ ഹാർദിക് ഷൗട്ട് ചെയ്യുന്നുണ്ട് ഭയങ്കരമായിട്ട്. അപ്പോൾ ഈ ഷൗട്ടിങ് കണ്ട ശേഷം ഷമി നേരിട്ട് ഹാർദിക്കിൻ്റെ അടുത്ത് വന്ന് സംസാരിച്ച് തീർക്കുന്നുണ്ട്. അതിനുശേഷം ഒരു ഇൻ്റർവ്യൂവിൽ ഷമി പറഞ്ഞത്, അന്ന് ഞാൻ ഹാർദിക്കിനോട് സംസാരിക്കാനുണ്ടായ കാരണം അത് എനിക്ക് ഫീൽ ആയതുകൊണ്ടല്ല, പക്ഷേ ഒരു ക്യാപ്റ്റൻ നിലയിൽ ഗ്രൗണ്ടിൽ അദ്ദേഹം കൈകാര്യം ചെയ്യേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട്. ഇങ്ങനെ യുവതാരങ്ങളോടൊക്കെ അദ്ദേഹം ഷൗട്ട് ചെയ്ത് സംസാരിക്കുകയും ഒക്കെ ചെയ്തു കഴിഞ്ഞാൽ ടീമിൻ്റെ ബാലൻസിന് അത് ബാധിക്കും. അതുപോലെ തന്നെ അദ്ദേഹത്തെ കണ്ട് വളരുന്ന യുവതാരങ്ങൾക്ക് അതൊരു ബാഡ് ഇംപ്രഷനും കൂടെ കൊടുക്കാൻ സാധ്യതയുണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ ഹാർദിക്കിനോട് സംസാരിച്ചതെന്നായിരുന്നു ഷമി പറഞ്ഞത്. അപ്പോൾ ആ ഒരു പ്രശ്നം ഹാർദിക്കിന് എപ്പോഴും ഉണ്ട്. അദ്ദേഹത്തിൻ്റെ ആറ്റിറ്റ്യൂഡ് പ്രശ്നമായിട്ടാണ് പലരും അതിനെ വിലയിരുത്തുന്നത്. അദ്ദേഹത്തിന് പലപ്പോഴും അദ്ദേഹത്തിൻ്റെ ഒരു കാംനെസ്, അദ്ദേഹം ഗ്രൗണ്ടിൽ ഒരു ക്യാപ്റ്റൻ എന്ന നിലയിൽ കാണിക്കേണ്ട ഒരു പക്വത പലപ്പോഴും നഷ്ടപ്പെടുന്നുണ്ട്. ഈ മുംബൈയുടെ ഈ ആദ്യത്തെ മത്സരത്തിലും ചെറിയ ചെറിയ പ്രശ്നങ്ങൾ അങ്ങനെ ഉണ്ടായിരുന്നു. ഇപ്പോൾ രോഹിത് ശർമ്മയെ ലോങ് ഓണിലേക്ക് ഫീൽഡ് ചെയ്യാൻ അയച്ചതും അത് നമുക്ക് തെറ്റായിട്ടൊന്നും പറയാൻ പറ്റില്ല. കാരണം രോഹിത് ലോങ് ഓണിൽ ഫീൽഡ് ചെയ്യുന്ന ഒരാളാണ്. പുള്ളി ക്യാപ്റ്റൻ ആയതിനു ശേഷമാണ് ഇന്നർ സർക്കിളിൽ മാത്രം ഫീൽഡ് ചെയ്തുകൊണ്ടിരുന്നത്. ടീമിൽ ഏറ്റവും നല്ല ഫീൽഡർ കൂടിയാണ് രോഹിത്. അതുകൊണ്ടായിരിക്കാം ചിലപ്പോൾ രോഹിത്തിനോട് അങ്ങനെ ഫീൽഡ് ചെയ്യാൻ ആവശ്യപ്പെട്ടത്. പക്ഷേ ബോളിങ്ങിൽ അദ്ദേഹം കൊണ്ടുവന്ന ചില മാറ്റങ്ങൾ, പ്രത്യേകിച്ച് ആദ്യ ഓവർ അദ്ദേഹം ഓപ്പൺ ചെയ്യാൻ തീരുമാനിച്ചു. ലൂക്ക് വുഡ് ഉണ്ടായിരുന്നു, വിരാട് കോഹ്ലി ഉണ്ടായിരുന്നു, ബുംറ ഉണ്ടായിരുന്നു. എല്ലാവരും ഉണ്ടായിട്ടും ന്യൂ ബോൾ ഞാൻ എടുക്കാം എന്ന് അദ്ദേഹം തീരുമാനിക്കുകയായിരുന്നു. അതുപോലെ ബുംറയെ ഉപയോഗിച്ച രീതി, ബുംറയെ ഡെത്ത് ഓവറിലേക്ക് കൊണ്ടുവച്ചില്ല, മധ്യ ഓവറിൽ തന്നെ ബുംറയെ തീർത്തു. ബാറ്റിങ്ങിലാണെങ്കിലും അദ്ദേഹം 7ാമനായിട്ടാണ് ഇറങ്ങുന്നത്. അപ്പോൾ ആ പൊസിഷനിൽ വരുത്തിയ മാറ്റമൊക്കെ ടീമിനെ കാര്യമായിട്ട് തന്നെ ബാധിച്ചിട്ടുണ്ട്. പ്രത്യേകിച്ച് മധ്യ ഓവറുകളിൽ റൺ നിരക്ക് ഉയർത്താനൊരു ബാറ്റ്സ്മാൻ അവർക്കില്ലായിരുന്നു. സൂര്യകുമാറിൻ്റെ അഭാവത്തിൽ ഹാർദിക് തന്നെയായിരുന്നു അവിടെ വരേണ്ടിയിരുന്നത്. അപ്പോൾ അത്തരം ചില തീരുമാനങ്ങൾ ടീമിനെ ബാധിച്ചിട്ടുണ്ട്. ജയിച്ചു തുടങ്ങാവുന്നൊരു കളിയായിരുന്നു. പക്ഷേ മുംബൈയെ സംബന്ധിച്ചിടത്തോളം തോറ്റു തുടങ്ങുന്നതാണ് അവർക്കും ഇഷ്ടം. കാരണം തോറ്റു തുടങ്ങിയ 5 സീസണിലും അവർ കിരീടം നേടിയിട്ടുണ്ട്. അപ്പോൾ ഹാർദിക് എന്ന ക്യാപ്റ്റനെ നമുക്ക് ഇപ്പോൾ വിലയിരുത്താറായിട്ടില്ല എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. ഹാർദിക്കിൻ്റെ എനിക്ക് തോന്നുന്നതേ, ഹാർദിക്കിൻ്റെ ഒരു ക്യാരക്ടർ, ആ ഒരു ക്യാരക്ടർ എടുത്തു മാറ്റിയാൽ പിന്നെ ഹാർദിക്കിൻ്റെ ഒരു പ്ലെയർ അത് ബാധിക്കും എനിക്ക് തോന്നുന്നു. പുള്ളിയുടെ നമ്മളിപ്പോൾ ഒരു അഗ്രസീവ്നെസ് എന്ന് പറയുന്ന പോലെ, ഇപ്പോൾ ക്രിസ്ത്യാനോ റൊണാൾഡോയെ കുറിച്ചൊക്കെ നമ്മൾ പറയുന്ന ഒരു ഫൈറ്റിംഗ് സ്പിരിറ്റ് ഉണ്ട് ഹാർദിക്കിന്. പുള്ളി അങ്ങനെ ഒരു ബോൺ ഫൈറ്ററാണ്. പിന്നെ ആ ഒരു സ്ട്രീറ്റ് സ്മാർട്ട്നെസ് ആണ് അദ്ദേഹത്തിൻ്റെ ഒരു ക്യാരക്ടറിലുള്ളത്. അപ്പോൾ അത് പോയാൽ പിന്നെ ഹാർദിക്കിൻ്റെ കളിയെ തന്നെ അത് ബാധിക്കും. അപ്പം നമ്മളത് ഒരു പരിധിക്കപ്പുറം അതിനെ പ്രസ് ചെയ്തുകൊണ്ട് അത് പറ്റില്ല എന്ന് പറയുന്നതിൽ ഒരു പ്രശ്നമുണ്ടെന്ന് തോന്നുന്നു. അപ്പോൾ എനിക്ക് തോന്നുന്ന ഒരു സാധനം, ഹാർദിക്കിന് ഈ പരിക്കിൽ നിന്ന് മാറി വന്നതിന് ശേഷം ഹാർദിക്കിനുള്ള ഒരു വ്യഗ്രത ഉണ്ട്. അതായത് ബോളിങ്ങിൽ പ്രൂവ് ചെയ്യണമെന്നില്ല. ബാറ്റിങ്ങിൽ പുള്ളി ഓൾറെഡി പ്രൂവണാണ്. അപ്പോൾ ബോളിങ്ങിൽ നമുക്ക് തിരിച്ചു വരുന്ന സമയത്ത് എപ്പോഴും ഉണ്ടായിരുന്ന ഒരു കൺസേൺ എന്തായിരുന്നു, പുള്ളി ബോൾ ചെയ്യാൻ പറ്റുമോ എന്നില്ല. പുള്ളി ആ ഒരു കൺസേൺ എനിക്ക് തോന്നുന്നു ഇപ്പോഴും ഹാർദിക്കിനെ വിട്ടുപോയിട്ടില്ല എന്ന് തോന്നുന്നു. അപ്പം ആ ഒരു കൺസേണിൻ്റെ പുറത്താണോ ഹാർദിക്ക് ഇത് ചെയ്തുകൊണ്ട് വീണ്ടും ബോൾ ചെയ്യാൻ ഒരു കൂടുതൽ ഉത്സാഹം കാണിക്കുന്നത് എന്നുള്ളൊരു ചെറിയ സംശയമുണ്ട്. പിന്നെ ഈ ഹാർദിക്കിൻ്റെ കാര്യം പറയുമ്പോൾ തന്നെ നമ്മൾ അപ്പുറത്ത് നിൽക്കുന്നൊരു ക്യാപ്റ്റൻ, ഹാർദിക്ക് പോകുന്ന സമയത്ത് ഗുജറാത്ത് ക്യാപ്റ്റനാക്കിയത് ഗില്ലിനെയാണ്. അപ്പോൾ ഈ ഗില്ലിൻ്റെ ക്യാപ്റ്റൻസി കൂടി എനിക്ക് ഇതിൻ്റെ കൂടെ ചർച്ച ചെയ്യണമെന്ന് തോന്നുന്നു. ഗില്ല് ഒരു എക്സ്പീരിയൻസ്ഡ്, പുള്ളി ഒരു സൂപ്പർ സ്റ്റാറാണ്, പക്ഷേ ഒരു എക്സ്പീരിയൻസ്ഡ് പ്ലെയർ എന്ന് പറയാൻ പറ്റില്ല. പക്ഷേ വളരെ യങ് ആയിട്ടുള്ളൊരു ക്യാപ്റ്റനെ ഗുജറാത്ത് ഏൽപ്പിച്ചു. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഒരു ക്യാപ്റ്റൻസിയെ കുറിച്ച് കൂടി നമ്മൾ ഡിസ്കഷൻ വന്നാൽ നന്നായി തോന്നും.
അത് തീർച്ചയായും ശരിയാണ്. കാരണം ഹാർദിക് ഇങ്ങനെ സെൽഫിഷ് പ്ലെയർ ആണെന്നുള്ള ഒരു വശത്ത് അങ്ങനെ ഒരു അഭിപ്രായമുണ്ട്. അതുപോലെ തന്നെ ഹാർദിക് ഇങ്ങനെ എന്തിനൊക്കെ പ്രൂവ് ചെയ്യാൻ വേണ്ടി, പ്രത്യേകിച്ച് 2020 വേൾഡ് കപ്പ് ഒക്കെ അടുത്തിരിക്കുമ്പോൾ അയാൾ ഒരു ഓൾറൗണ്ടർ ആണെന്നോ അല്ലെങ്കിൽ ബോളിങ്ങിലും എനിക്ക് കരുത്തുണ്ടെന്ന് തെളിയിക്കാനൊക്കെ ആയിരിക്കും അദ്ദേഹം ഓപ്പണിംഗ് സ്പെല്ലിൽ എറിയുന്നതൊക്കെ. ആ സമയത്ത് തന്നെ നമ്മൾ ഇന്ത്യയുടെ ഒരു ഭാവി ക്യാപ്റ്റനാണെന്ന് ദാവൂദ് പറഞ്ഞ പോലെ ഇന്ത്യയുടെ ഒരു ഭാവി ക്യാപ്റ്റൻ നമ്മളെല്ലാം കരുതുന്ന ഒരാളാണല്ലോ നമ്മുടെ ശുഭ്മൻ. അപ്പോൾ ശുഭ്മൻ ആദ്യമായ ഒരു അവസരം ക്യാപ്റ്റൻസിൽ തന്നെ എനിക്ക് തോന്നുന്നു ഇന്ത്യൻ ഒരു ടീം ഇതുവരെ ഇന്ത്യൻ സീനിയർ ടീമിനെ ഒരു തരത്തിൽ ഒരു മത്സരത്തിൽ പോലും നയിക്കേണ്ട അവസ്ഥ ഗില്ല് നയിച്ച അവസ്ഥ ഉണ്ടായിട്ടില്ല. അപ്പോൾ ആദ്യത്തെ അവസരത്തിൽ തന്നെ അത് സീനിയേഴ്സും പല പുതുമുഖങ്ങളൊക്കെ ഉള്ള ഗുജറാത്ത് ടീമിനെ അതും അവരുടെ വിജയിപ്പിക്കാനായി എന്ന് പറയുന്നത് ഗില്ലിനൊരു വലിയ മൈലേജ് തന്നെയാണ്. പ്രത്യേകിച്ച് ആ മത്സരം ഗില്ലിന് ബാറ്റിങ്ങിൽ ഫോം കണ്ടെത്താൻ പറ്റി. അതുപോലെ തന്നെ ബോളിങ്ങിലുള്ള ഗില്ലിൻ്റെ പല പരീക്ഷണങ്ങളും വിജയിക്കുകയും ചെയ്തു. അതുപോലെ തന്നെ ഇത്തവണത്തെ ഗുജറാത്ത് ടീമിനെ അറിയാം, ഹാർദിക് മാറി അത് കഴിഞ്ഞ് ടീം ഒരു മൊത്തത്തിലൊരു കുറച്ച് ബാലൻസ് ഒക്കെ തെറ്റിയിട്ടിരിക്കുക ഗുജറാത്ത് ടീമിനെ. ആ ടീമിനെ ആദ്യ മത്സരത്തിൽ തന്നെ ഒന്നിപ്പിക്കാൻ കഴിഞ്ഞു എന്ന് പറയുന്നത് ഗില്ലിൻ്റെ ഒരു വലിയ നേട്ടമാണ്. അപ്പം ഗില്ലിൻ്റെ ഒരു ക്യാപ്റ്റൻസിയിലേക്കുള്ള ഒരു ചുവടുവെപ്പ് എന്നുകൂടെ നമുക്ക് ഇതിനെ പറയാമെന്ന് തോന്നുന്നു ഈ മത്സരത്തിൽ. ഈ ഗില്ലിൻ്റെ ക്യാപ്റ്റൻസിയെ കുറിച്ച് പറയുമ്പോൾ ഗില്ല് അണ്ടർ 19-ലായാലും ആഭ്യന്തര ക്രിക്കറ്റിലായാലും ഒരു ക്യാപ്റ്റൻ്റെ റോൾ ഇതുവരെ എത്തിയിട്ടില്ല. അദ്ദേഹം ഒരു പ്യൂർ ബാറ്ററായിട്ടാണ് കളിച്ചുകൊണ്ടിരുന്നത്. അപ്പോൾ അദ്ദേഹത്തെ ഗുജറാത്ത് ക്യാപ്റ്റനാക്കാനുള്ള ഒരു കാരണം എന്ന് പറയുന്നത് അദ്ദേഹത്തിൻ്റെ ഒരു സ്റ്റാർഡം തന്നെയാണ്. ഒരു നെക്സ്റ്റ് സൂപ്പർ സ്റ്റാർ എന്ന രീതിയിലാണ് BCCI ആയാലും എല്ലാവരും അദ്ദേഹത്തെ പിച്ച് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ആ ഒരു സ്റ്റാർഡം ഉപയോഗിക്കുക എന്നുള്ള ഒറ്റ ലക്ഷ്യം മാത്രമേ ഉള്ളൂ. കാരണം കെയ്ൻ വില്യംസൺ ഉൾപ്പെടെ ടീമിലുള്ള ഗുജറാത്തിന് ഒരു ക്യാപ്റ്റനെ ചൂസ് ചെയ്യാൻ വളരെ എളുപ്പമാണ്. പക്ഷേ ഗില്ലിനെ ഏൽപ്പിക്കാനുണ്ടായ കാരണം അദ്ദേഹത്തിൻ്റെ ഒരു സ്റ്റാർഡം തന്നെയാണ് എന്തൊക്കെ പറഞ്ഞാലും. പിന്നെ ക്യാപ്റ്റൻസി മികവിനേക്കാളും ഈ ഇടപെടലുകൾ കൂടുതലും വരുന്നത് നമുക്കറിയാം കോച്ച് ആശിഷ് നെഹ്റയുടെ ഭാഗത്തു നിന്നാണ്. നമുക്കറിയാം ഗ്രൗണ്ടിൽ ഒരു ഫുട്ബോൾ കോച്ചിനെ പോലെ അദ്ദേഹം റോപ്പ് ചുറ്റി നടന്നുകൊണ്ട് അവസാന ഡെത്ത് ഓവറിലൊക്കെ അദ്ദേഹം ഓരോ ബോളേഴ്സിനെയും നേരിട്ട് കണ്ട് എന്തെറിയരുതെന്ന് കൃത്യമായ നിർദ്ദേശം കൊടുക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ ഗില്ലിനെ സംബന്ധിച്ചിടത്തോളം വളരെ എളുപ്പമായിരുന്നു കാര്യങ്ങൾ. കാരണം അവിടെ അത്ര എക്സ്പീരിയൻസ്ഡ് ആയ നെഹ്റ കാര്യങ്ങൾ തീരുമാനിക്കുന്നുണ്ട്. ഫീൽഡേഴ്സിനെ കൃത്യമായി പ്ലേസ് ചെയ്യുക, ബോളേഴ്സിനെ സപ്പോർട്ട് ചെയ്യുക എന്നൊരൊറ്റ ചുമതല മാത്രമേ ഗില്ലിനുണ്ടായിരുന്നുള്ളൂ. അതുകൊണ്ട് ഗില്ലിന് കാര്യങ്ങൾ എളുപ്പമായിരിക്കും. പ്രത്യേകിച്ച് ഗുജറാത്ത് പോലെ ബാലൻസ്ഡ് ആയ ഒരു ടീമിന് അതിനെ മുന്നോട്ട് നയിക്കുക എന്നുള്ളത് ഗില്ലിനെ സംബന്ധിച്ചിടത്തോളം എളുപ്പമുള്ള കാര്യമായിരിക്കും. പിന്നെ അദ്ദേഹത്തിൻ്റെ ഒരു ക്യാപ്റ്റൻസി വളർച്ചയ്ക്ക് തീർച്ചയായിട്ടും ഈ സീസൺ ഉപകാരപ്പെടും. ഈ ഹാർദിക്കിൻ്റെ കാര്യം നമ്മൾ പറയുമ്പോൾ ഹാർദിക്കിൻ്റെ ഇത് അപ്രതീക്ഷിതമായിട്ട് സംഭവിച്ചതാണ്. ഹാർദിക്കിനെ ഗുജറാത്ത് ആരാധകർ പരസ്യമായി അവമാനിക്കുന്നതൊക്കെ. പക്ഷേ IPL ആദ്യത്തെ ആഴ്ചയിൽ നമ്മളെല്ലാവരും പ്രതീക്ഷിച്ച ഒരു കാര്യം നമ്മുടെ ഋഷഭ് പന്തിൻ്റെ തിരിച്ചുവരവാണ്. കാരണം ഒരു വർഷത്തോളം കാർ അപകടം സംഭവിച്ച ശേഷം മത്സരങ്ങളിൽ നിന്നെല്ലാം പൂർണ്ണമായി വിട്ടു നിൽക്കുമായിരുന്നു. അപ്പോൾ പന്ത് തിരിച്ചെത്തി, അത് ക്യാപ്റ്റൻ റോളിൽ തന്നെ ഡൽഹി ടീമിൻ്റെ ക്യാപ്റ്റനായി തന്നെ തിരിച്ചെത്തി ബാറ്റിങ്ങിന് ഇറങ്ങുകയും ചെയ്തു. അപ്പോൾ ഭേദപ്പെട്ട നമുക്കൊരു ഉജ്ജ്വല ഇന്നിങ്സ് എന്ന് പറയാൻ പറ്റത്തില്ലെങ്കിൽ ഒരു ഭേദപ്പെട്ട പ്രകടനം നടത്താനും പന്തിനായി. അപ്പോൾ ഈ പന്തിൻ്റെ ഒരു തിരിച്ചുവരവ് ശരിക്കും 2020 ലോകകപ്പൊക്കെ അടുത്തിരിക്കുമ്പോൾ നമുക്കൊരു വലിയ പ്രതീക്ഷ തരുന്നല്ലേ? അതെ. പന്തിൻ്റെ തിരിച്ചുവരവിനെ കുറിച്ച് ഹെഡ് കോച്ച് റിക്കി പോണ്ടിങ് പറഞ്ഞ ഒരു മിറാക്കുലസ് തിരിച്ചുവരവായിരുന്നു എന്നുള്ള. കാരണം ഒരു വലിയൊരു അപകടത്തിൽ നിന്ന് 1.5 വർഷത്തിന് ശേഷം നമ്മളിപ്പം സാധാരണ നമുക്കൊരു കാലിനൊരു പരിക്ക് പറ്റിയാൽ പോലും നമ്മൾ എത്രത്തോളം സമയമെടുക്കുന്നു എന്നറിയാം, നമുക്കറിയാം. അപ്പോൾ ഇതുപോലൊരു വലിയൊരു അപകടം പറ്റിയിട്ട് തിരിച്ചു വന്നിട്ട് ക്രിക്കറ്റ് കളത്തിലേക്ക് വരിക എന്ന് പറയുന്നത് ഇത്ര ചെറിയ കാലം വലിയ അത്ഭുതമായിരുന്നു. അതാണ് റിക്കി പോണ്ടിങ് പറഞ്ഞത്. പന്ത് തന്നെ പറഞ്ഞു, ഞാൻ വളരെ നെർവസ് ആയിരുന്നു, എക്സൈറ്റഡ് ആയിരുന്നു, എല്ലാം കൂടി ഒരു മിക്സ്ഡ് ഇമോഷൻ ആയിരുന്നു എനിക്കുണ്ടായിരുന്നത് അതിൽ. അപ്പം എന്നിട്ടും പുള്ളി വന്നിട്ട് പുള്ളി വളരെ ചെറിയൊരു ഇന്നിങ്സേ കളിച്ചുള്ളൂ എങ്കിൽ പോലും ആ ഇന്നിങ്സിൽ വളരെ സുന്ദരമായ ഷോട്ടുകൾ, പന്തിൻ്റെ ഒരു സിഗ്നേച്ചറുള്ള ഷോട്ടുകൾ, ഒറ്റക്കൈ ഷോട്ടുകൾ ഉണ്ടായിരുന്നു. നല്ല മനോഹരമായൊരു കവർ ഡ്രൈവ് ഉണ്ടായിരുന്നു. പിന്നെ നിർഭാഗ്യവശാൽ വളരെ നല്ലൊരു ഷോട്ട് അപ്പർ കട്ടിൽ ചെയ്ത് കളിച്ചിട്ടാണ് അദ്ദേഹം പുറത്തായത്. അപ്പോൾ പന്തിൻ്റെ ഒരു മിന്നലാട്ടം, ഒരു ഋഷഭ് പന്ത് മിന്നലാട്ടം നമ്മൾ കണ്ടു. അത് പോണ്ടിങ് പറഞ്ഞ പോലെ പന്ത് സ്പെഷ്യൽ ഇന്നിങ്സുകൾ നിങ്ങൾക്ക് ഈ IPL കാണാമെന്നുള്ളതിന് നമുക്ക് പ്രതീക്ഷ നൽകുന്ന ഒരു കാര്യമാണ് പന്തിൻ്റെ ഒരു തിരിച്ചുവരവ് എന്നുള്ളത്. പിന്നെ പന്ത് നമ്മുടെ ഇന്ത്യൻ ടീമിനെ സംബന്ധിച്ചിടത്തോളം 2020 ലോകകപ്പ് വരികയാണ്. അപ്പോൾ പന്തിനെ പോലെ ഒരു എക്സ്പ്ലോസീവ് വിക്കറ്റ് കീപ്പർ ബാറ്റർ നമുക്കില്ല നിലവിൽ. അപ്പോൾ ആ ഒരു സ്ലോട്ടിൽ പന്ത് എന്തായാലും ഫിറ്റ് ആവും. പന്തിനെ തെളിയിക്കാനുള്ള അവസരം കൂടിയാണ്. അപ്പോൾ കുറേ കോമ്പറ്റീഷൻ ഉണ്ട്. നമുക്ക് പറയാം സഞ്ജു ഒക്കെ പോലെ കുറേ ബാറ്റേഴ്സും വിക്കറ്റ് കീപ്പർമാരൊക്കെ പുറകെ ഉണ്ട്. അപ്പോൾ പന്തിനെ സത്യം പറഞ്ഞാൽ ഒന്ന് പ്രൂവ് ചെയ്ത് ടീമിലേക്ക് തിരിച്ചു വരാനുള്ള ഒരു അവസരമായിരിക്കും ഈ IPL. എല്ലാ IPL സീസണിലും തുടക്കത്തിൽ സഞ്ജു വളരെ മികച്ചൊരു ഇന്നിങ്സോടെ തുടങ്ങാറുണ്ട്. അത് ഒരു സമീപകാല എല്ലാ സീസണുകളും നമ്മൾ കണ്ട. പക്ഷേ ആ ഇന്നിങ്സുകളൊക്കെ വളരെ തുടക്കം തൊട്ട് അറ്റാക്ക് ചെയ്ത ഇന്നിങ്സുകളായിരുന്നു മിക്കവാറും നമ്മൾ കാണുന്നത്. ഈ ഇന്നിങ്സ് ഇപ്പം സഞ്ജു ഈ ലക്നൗവിനെതിരെ കളിച്ച കുറച്ച് സെൻസിബിൾ ഇന്നിങ്സ് കളിക്കാൻ തുടങ്ങിയ സഞ്ജു തിരിച്ചറിഞ്ഞു, ഈ ഒരു തിരിച്ചടികളിൽ നിന്ന് തിരിച്ചറിഞ്ഞ് സഞ്ജു ഒരു സെൻസിബിൾ ഇന്നിങ്സ് കളിച്ചു. അത് നമുക്ക് വളരെ സന്തോഷം നൽകുന്നൊരു കാഴ്ചയാണ്. കാരണം ഒരു ലൂസ് ഷോട്ടുകളോ ഒന്നുമില്ലാതെ പുള്ളി കളിച്ചു. അങ്ങനെ ഒരു മാറ്റം സഞ്ജുവിൽ ഉണ്ടായോ? എന്താണ് തോന്നുന്നത്? ഈ സഞ്ജുവിൻ്റെ ബാറ്റിങ്ങിനെ കുറിച്ച് ഇത്തവണ പതിവ് പോലെ തന്നെ IPL ആദ്യ മത്സരം സഞ്ജുവിൻ്റെ ഒരു പതിവാണെന്ന് എല്ലാവരും പറയാറുണ്ട്. ആദ്യ മത്സരത്തിൽ ഒരു സെഞ്ചുറി അല്ലെങ്കിൽ അർദ്ധ സെഞ്ചുറി നേടുക. ഇപ്പോൾ ഒരു തവണ സെഞ്ചുറി നേടി, തുടർച്ചയായി മറ്റ് ഇന്നിങ്സുകളിലെല്ലാം 5 ഇന്നിങ്സുകളിലും അർദ്ധ സെഞ്ചുറി നേടി. അപ്പോൾ സഞ്ജു ഇത്തവണ ശരിയാണ്, സഞ്ജുവിൻ്റെ ഒരു ബാറ്റിംഗ് ശൈലിയിൽ
ഒരു പക്വത, കൂടുതൽ പക്വത, കാരണം അതെപ്പോഴും അങ്ങനെ ഓരോ മത്സരം കഴിയുന്നവർ സഞ്ജു കൂടുതൽ പക്വത കൈവരിക്കുകയാണെന്ന് മുൻകാല താരങ്ങളടക്കം പറഞ്ഞിട്ടുണ്ട്. ഇത്തവണ അങ്ങനെയാണ് തോന്നുന്നത്. അതുപോലെ തന്നെ ക്യാപ്റ്റൻ എന്ന നിലയിൽ കൂടി സഞ്ജുവിൻ്റെ ഒരു പ്രതിഭ ഇത്തവണ കൂടുതൽ, കാരണം ടീമിൻ്റെ കാര്യത്തിൽ പണ്ട് സഞ്ജുവിനെ നമ്മൾ കാണുന്നത് എന്നു വെച്ചാൽ വിക്കറ്റിന് പുറകിൽ സഞ്ജു വലിയൊരു ഭാവപ്രകടനങ്ങളൊന്നും ഇല്ലാതെ കൂളായിട്ട് നിൽക്കുന്നു. പക്ഷേ സഞ്ജു വലിയ തീരുമാനങ്ങൾ എടുക്കുന്നുണ്ടോ എന്ന് പോലും നമുക്ക് സംശയം തോന്നാറുണ്ട്. പക്ഷേ ഇത്തവണ അങ്ങനെയല്ല. സഞ്ജുവിൻ്റെ ഭാഗത്ത് നിന്ന് ടീം വലിയ നിർണായക ഇടപെടലുകളൊക്കെ സംഭവിച്ചിട്ടുണ്ട്. കാരണം നമ്മുടെ ഡെത്ത് ഓവറിൽ നമ്മുടെ സന്ദീപ് ശർമ്മയൊക്കെ ബോൾ എറിയിപ്പിച്ച തീരുമാനങ്ങളൊക്കെ, കാരണം അതുപോലെ തന്നെ ഡെത്ത് ഓവറിൽ തന്നെ അശ്വിനെ കൊണ്ടുവന്നു ബോൾ ചെയ്യാൻ. ആ ഒരു ഓവറിൽ 4 റൺസാണ് കൊടുത്തത്. നമ്മൾ ആരും പ്രതീക്ഷിക്കില്ല ഒരു സ്പിന്നർക്ക് ആ സമയത്ത് സഞ്ജു പന്ത് കൊടുത്തു എന്ന് പറയുന്നത്. അങ്ങനെ ഭയങ്കര ടാക്റ്റിക്കലായിട്ടുള്ള ഒരു ക്യാപ്റ്റൻ്റെ ഇടപെടൽ പോലും സഞ്ജുവിൻ്റെ ഭാഗത്തുണ്ടായി. അതുപോലെ തന്നെ എല്ലാവരും പറയുന്ന ഒരു കാര്യം, സഞ്ജുവിനെ നമ്മൾ ഇന്ത്യൻ ടീമിൽ ഇപ്പോൾ സഞ്ജുവിൻ്റെ പെർഫോമൻസ്, ദേശീയ ടീമിൽ സഞ്ജുവിൻ്റെ പ്രകടനത്തിന് പ്രതീക്ഷിക്കാത്ത പ്രകടനം സഞ്ജു കൈവരിച്ചില്ല എന്നൊക്കെ പറയുമ്പോൾ പോലും സഞ്ജുവിൻ്റെ ഒരു ബാറ്റിംഗ് പൊസിഷനിൽ ഒരു പ്രശ്നമുണ്ടെന്ന് തോന്നുന്നു. കാരണം സഞ്ജു എപ്പോഴും നമ്മുടെ രാജസ്ഥാന് വേണ്ടിയുള്ള സഞ്ജുവിൻ്റെ നല്ല പ്രകടനങ്ങളെല്ലാം 3 1-1 ഇറങ്ങിയിട്ടാണ്. പക്ഷേ സഞ്ജുവിന് ഒരിക്കലും ആ ഒരു പൊസിഷനിൽ കൂടുതൽ അവസരങ്ങൾ ഇന്ത്യൻ ടീമിൽ കിട്ടിയിട്ടില്ല. സഞ്ജു എപ്പോഴും ഒന്നെങ്കിൽ 4-മനായിട്ടോ 5-മനായിട്ടോ അല്ലെങ്കിൽ ചിലപ്പോൾ ബാറ്റിങ്ങിൽ അതിനു ശേഷം ഇപ്പോൾ ഋഷഭ് പന്തോ അല്ലെങ്കിൽ ഒരു സ്പെഷ്യലിസ്റ്റ് വിക്കറ്റ് കീപ്പർ വേറെ ഉണ്ടെങ്കിൽ സഞ്ജു അതിനു ശേഷമൊക്കെ ഇറങ്ങേണ്ട സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ ഒരു സ്ഥിരമായ ഒരു പൊസിഷൻ സഞ്ജുവിന് നൽകുകയും ഒരു കൂടുതൽ ഉത്തരവാദിത്വം നൽകുകയൊക്കെ ചെയ്യുമ്പം സഞ്ജു കൂടുതൽ ടീമിന് വേണ്ടി കൂടുതൽ ആത്മാർത്ഥത കാണിക്കുന്നു, കൂടുതൽ റൺസ് നേടുന്നു. അതാണ് IPL നമുക്ക് കാണിച്ചു തരുന്നത്. പക്ഷേ ഇന്ത്യൻ ടീമിലേക്ക് എത്തുമ്പം സഞ്ജുവിന് ആ സ്ഥിരത കൊടുക്കാൻ നമുക്ക് ഇന്ത്യൻ ടീമിനും കഴിയുന്നില്ല. അതിന് പ്രധാന കാരണം എന്ന് പറഞ്ഞാൽ ഇന്ത്യൻ ടീമിലെ ആ പ്രതിഭകളുടെ ധാരാളിത്തം തന്നെയാണ്. എന്നാലും കുറച്ചുകൂടി ഒരു സ്ഥിരത കൊടുക്കുകയാണെങ്കിൽ സഞ്ജുവിൽ നിന്ന് നമുക്ക് ഇനിയും നല്ല പ്രകടനങ്ങൾ പ്രതീക്ഷിക്കാമെന്ന് തോന്നുന്നു. അല്ല, ഇപ്പോൾ എനിക്ക് തോന്നുന്നു 2020 ലോകകപ്പ് വരാനിരിക്കുക IPL കഴിഞ്ഞ ഉടനെ. അപ്പോൾ അതിൽ ഈ വിക്കറ്റ് കീപ്പർ സ്ലോട്ടിന് വേണ്ടി അവർക്ക് ഏറ്റവും നല്ല കോമ്പറ്റീഷൻ വരാൻ പോകുന്നു. പന്തിന് തിരിച്ചു വരുന്നു, സഞ്ജു ഇതുപോലെ കളിക്കുന്നു, പിന്നെ ജിതേഷ് ശർമ്മ, ഇപ്പം രാഹുലിനെ തന്നെ എങ്ങനെയായിരിക്കും ടീമിൽ എടുക്കുക എന്നുള്ളതൊക്കെ നമുക്ക് കാണേണ്ടതാണ്. അതെന്താ അർജുൻ അതിനെക്കുറിച്ച് പറയാനുള്ളത്? പറഞ്ഞ പോലെ തന്നെ വിക്കറ്റ് കീപ്പർമാർക്ക് ഇപ്പോൾ ഒരു ക്ഷാമമില്ലാത്ത രീതിയിലാണ് ഇന്ത്യൻ ടീം മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. നമുക്ക് ഇഷാൻ കിഷൻ ആയാലും ഇപ്പോൾ പന്ത് വന്നിരിക്കുന്നു, സഞ്ജു ഉണ്ട്, KL രാഹുൽ വേണമെങ്കിൽ കീപ്പ് ചെയ്യാം, ജിതേഷ് ശർമ്മ നല്ല ഫോമിലാണ്. അപ്പോൾ ഇഷ്ടം പോലെ ഓപ്പണിങ്സ് ഉണ്ട്. നമുക്ക് വേണമെങ്കിൽ എത്ര പേർക്ക് വേണമെങ്കിലും മത്സരിക്കാം. പക്ഷേ ഒരു സ്ലോട്ടോ 1-2 സ്ലോട്ടോ മാക്സിമം അവിടെ കിട്ടുള്ളൂ. അപ്പോൾ നിലവിൽ സഞ്ജുവിൻ്റെ കാര്യത്തിൽ നമുക്ക് പറയുകയാണെങ്കിൽ സഞ്ജുവിൻ്റെ പൊട്ടൻഷ്യലിനെ കുറിച്ച് ആർക്കും ഒരു സംശയമില്ല. നമുക്ക് ഇന്ത്യ പ്രൊഡ്യൂസ് ചെയ്ത ഏറ്റവും മികച്ച ഒരു വിക്കറ്റ് കീപ്പർ ബാറ്റർമാരിൽ ഒരാൾ തന്നെയാണ് സഞ്ജു എന്ന് നമുക്ക് ഉറച്ചു പറയാൻ പറ്റും. പക്ഷേ അദ്ദേഹത്തിൻ്റെ ഒരു കൺസിസ്റ്റൻസിയാണ് എപ്പോഴും അദ്ദേഹത്തെ ടീമിനെ പുറത്തേക്ക് വലിക്കുന്നത്. IPL നന്നായിട്ട് പെർഫോം ചെയ്യുന്നു, ഇന്ത്യൻ ടീമിൽ ഒരു സീരീസിൽ അദ്ദേഹത്തിന് അവസരം കിട്ടും, 1-2 മത്സരങ്ങൾ ചിലപ്പോൾ കളിപ്പിച്ചേക്കാം. അതിൽ പക്ഷേ അദ്ദേഹത്തിന് ഒരു 50 അല്ലെങ്കിൽ അതിന് മുകളിലേക്ക് ഒരു ഇന്നിങ്സ് വരുന്നില്ല. ഒരു മാച്ച് വിന്നിംഗ് വരുന്നില്ല, അതിനുള്ള അവസരം കിട്ടും. ആവറേജും ഒക്കെ നോക്കുമ്പോൾ സഞ്ജു സഞ്ജുവിന് ആവറേജ് ഓക്കെയാ. പക്ഷേ ഒരു സഞ്ജുവിന്റെ പേരിൽ എഴുതപ്പെട്ട ഒരു മത്സരം എന്നുള്ള രീതിയിൽ ഒരു മത്സരം അത് ഇപ്പോഴും നമ്മൾ പറയും സഞ്ജുവിന് ഇപ്പോഴും അവസരം കിട്ടുന്നത് ഇന്ത്യയുടെ 2020 ലോകകപ്പ് വർഷത്തിലാണെങ്കിൽ സഞ്ജുവിന് ഏകദിനത്തിൽ അവസരം കിട്ടുന്നു. അതുപോലെ തന്നെ ഇന്ത്യയുടെ ഏകദിന ലോകകപ്പ് വർഷത്തിൽ സഞ്ജുവിന് കൂടുതൽ അവസരങ്ങൾ കിട്ടുന്നത് 2020 അങ്ങനെ ഒരു നിർഭാഗ്യം ഇപ്പോഴും സഞ്ജുവിനെ പിന്തുടരുന്നുണ്ട്. ഇല്ലെന്ന് നമുക്ക് പറയത്തില്ല. പക്ഷേ അത് കാരണം നമ്മുടെ പ്രതിഭകളുടെ ഒരു ധാരാളിത്തം തന്നെയാണ്. കാരണം എല്ലാവർക്കും അവസരം കൊടുക്കണം. BCCI സെലക്ഷൻ കമ്മിറ്റിക്ക് മുമ്പിൽ അങ്ങനെ ഒരു വലിയൊരു തലവേദന അവർക്ക് മുമ്പിലുണ്ട്. പക്ഷേ നമ്മൾ ഈ പറയുമ്പോൾ ഇപ്പോൾ സഞ്ജുവിൻ്റെ കാര്യം നമ്മൾ എല്ലാം പറഞ്ഞു. പക്ഷേ അതിനിടയ്ക്കാണ് നമ്മൾ ഇഷൻ കിഷൻ നമ്മുടെ ടീമിലുണ്ടല്ലോ. ഇപ്പോൾ ഈ നമ്മുടെ വിക്കറ്റ് കീപ്പർ ചോയ്സ് ആയിട്ടുള്ള ഒരാൾ നമ്മൾ ഇഷൻ കിഷനാണ്. ഇഷൻ കിഷൻ ഈ ഹാർദിക്കിൻ്റെ കാര്യം പറഞ്ഞതുപോലെ തന്നെ ഒരു വലിയ വിവാദത്തിന് ശേഷം ഇന്ത്യൻ ടീമിലേക്ക് IPLലേക്ക് എത്തിയതാണ്. കാരണം BCCIയുടെ പോലും നിർദ്ദേശം അവഗണിച്ച് ടീമിൽ നിന്ന് മാറി നിൽക്കുക. ടീമിന് BCCIയുടെ നിർദ്ദേശം, രാഹുൽ ദ്രാവിഡിൻ്റെ അടക്കം നിർദ്ദേശം ആഭ്യന്തര മത്സരങ്ങൾ കളിക്കണം എന്ന് പറയുമ്പോൾ അതിൽ നിന്ന് വിട്ടു നിൽക്കുക. അങ്ങനെ ശരിക്കും ഇന്ത്യൻ ടീമിൽ ഒരു പതിവില്ലാത്തൊരു ഒരു പ്രകൃതമായിരുന്നല്ലോ. കാരണം എല്ലാവരും അവസരത്തിന് വേണ്ടി ഇടിച്ചു നിൽക്കുമ്പം ഒരു ചെറുപ്പക്കാരനായ ഒരു താരം പറയുമോ, ഇല്ല എനിക്കിപ്പം മാനസികമായി ഞാൻ ഒരുക്കമല്ല, എനിക്കിപ്പോൾ ഒരു ടൂർണമെൻറ്റ് കളിക്കാൻ വയ്യ, ഞാൻ മാറി നിൽക്കുന്നു എന്ന് പറയുന്നത് നമ്മുടെ ഇന്ത്യൻ ക്രിക്കറ്റ് ആരാധകർക്ക് അത്ര പരിചിതമായൊരു സംഭവമല്ല. അതിൻ്റെ ഒരു പ്രതിഫലനമാണോ എന്നറിയത്തില്ല. കഴിഞ്ഞ ദിവസം ആദ്യത്തെ മത്സരത്തിൽ പോലും ഇഷൻ ഡെക്കായി പുറത്തായി. പിന്നെ പുള്ളിയുടെ ഒരു ബോഡി ലാംഗ്വേജ് പോലും നമുക്കൊരു പ്രതീക്ഷയുള്ളൊരു നമുക്ക് തോന്നില്ല. ആരാധകർക്ക് ഒരു വലിയ പഴയ ഇഷൻ കിഷനെ കാണുന്നില്ല. മറുവശത്ത് നമ്മളിപ്പോൾ ഇഷൻ കിഷനെ കമ്പയർ ചെയ്തുകൊണ്ടിരിക്കുന്നത് നമ്മുടെ യശസ്വി ജയ്സ്വാളും ഒക്കെ ആയിട്ട് അതേ ശൈലിയിലുള്ള വെടിക്കെട്ട്. പക്ഷേ ഇപ്പം ഒരു ആത്മവിശ്വാസം കുറഞ്ഞ ഒരു ഇഷൻ കിഷനെയല്ല നമ്മളിപ്പോൾ കാണുന്ന കളത്തിൽ. ഇഷൻ സത്യം പറഞ്ഞ ഒരു ഓപ്ഷൻ എന്ന രീതിയിൽ നമുക്ക് ഉപയോഗിക്കാനേ പറ്റുള്ളൂ. അദ്ദേഹം ഫോമിലാവും, എപ്പോൾ ഫോം ഔട്ട് ആവും നമുക്ക് ഒരിക്കലും പറയാൻ പറ്റാത്തൊരു പ്ലെയറാണ്. പിന്നെ 3 ഫോർമാറ്റിൽ ഉപയോഗിക്കാൻ പറ്റുന്നൊരു പ്ലെയറാണെന്ന് ഇതുവരെ തെളിയിച്ചിട്ടുമില്ല. നമുക്കറിയാം ലെഫ്റ്റ് ഹാൻഡർ എന്നുള്ള ഒരു അഡ്വാൻറ്റേജ് കൊണ്ടാണ് അദ്ദേഹം പലപ്പോഴും ടീമിൽ വരുന്നത് തന്നെ. പിന്നെ ഈ പന്തിൻ്റെ അഭാവം ഏറ്റവും നന്നായിട്ട് ഉപയോഗിക്കാനും അദ്ദേഹത്തിന് സാധിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ ജയ്സ്വാൾ വന്നതോടുകൂടി ആ ഓപ്പണിംഗ് സ്ലോട്ടിൽ ലെഫ്റ്റ് ഹാൻഡർ നമുക്ക് ഓൾറെഡി കിട്ടിക്കഴിഞ്ഞു. ഏത് ഫോർമാറ്റിലും കളിപ്പിക്കാവുന്ന കൺസിസ്റ്റൻ്റ് ആയ ലെഫ്റ്റ് ഹാൻഡർ ഉണ്ട്. അപ്പോൾ ഇഷനെ സംബന്ധിച്ചിടത്തോളം ഈ IPL അദ്ദേഹം പ്രൂവ് ചെയ്തില്ലെങ്കിൽ ഇനിയൊരു തിരിച്ചുവരവ് അദ്ദേഹത്തിന് സ്വാഭാവികമായിട്ടും ടീമിലേക്ക് ഉണ്ടാവില്ല. IPL പോലും അദ്ദേഹം എത്ര നന്നായിട്ട് പെർഫോം ചെയ്യുന്നു എന്നതിന് അനുസരിച്ചിരിക്കും അദ്ദേഹത്തിൻ്റെ ഭാവി. അടുത്ത സീസണിൽ അദ്ദേഹം മെഗാലയം വരുവാണ്, ചിലപ്പോൾ അദ്ദേഹത്തെ ഡ്രോപ്പ് ചെയ്താലും മതി, നമുക്ക് പറയാൻ സാധിക്കില്ല. കാരണം മുംബൈയെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ഇഷ്ടംപോലെ യങ്സ്റ്റേഴ്സ് ഉണ്ട്.
അവർക്ക് വേണോ ഉപയോഗിക്കാവുന്ന ഇപ്പം നമൻദീർ എന്നൊക്കെ പറഞ്ഞ് കഴിഞ്ഞ മത്സരത്തിൽ അവർ ഡെബ്യൂ ചെയ്യിപ്പിച്ച പ്ലെയറൊക്കെ അങ്ങനെ അത്രയും ഇഷ്ടംപോലെ പ്ലേയേഴ്സ് അവർക്ക് വരുന്നുണ്ട്. നമ്മുടെ മലയാളി താരം വിഷ്ണു വിനോദ് അവിടെ ഉണ്ട്. അപ്പോൾ അവർക്ക് ഓപ്ഷൻസ് ഉണ്ട്. അപ്പോൾ ഇഷനെ സംബന്ധിച്ചിടത്തോളം ഈ സീസണിൽ അദ്ദേഹത്തിൻ്റെ പ്രകടനം IPL-ലായാലും ഇന്ത്യൻ ടീമിലായാലും അദ്ദേഹത്തിൻ്റെ ഭാവി നിർണ്ണയിക്കുന്ന ഒരു പ്രകടനമായിരിക്കും ഈ സീസണിൽ വരാൻ പോകുന്നത്. നമുക്കിനി ഈ ആഴ്ചയിലെ സ്റ്റാർ ഓഫ് ദി വീക്ക് എന്നുള്ള ഇതിലേക്ക് പോകാൻ തോന്നുന്നു. കാരണം അതാരുമല്ല, നമ്മുടെ വിരാട് കോഹ്ലി തന്നെയാണ്. ഇപ്പോൾ കഴിഞ്ഞ ദിവസം അദ്ദേഹം ബാറ്റിങ്ങിൽ എല്ലാവരും പെട്ടെന്ന് പുറത്തായപ്പോഴും അവിടെ പിടിച്ചു നിന്നു. ബൗണ്ടറികളുടെ സ്കോറിംഗ് റേറ്റ് താഴാതെ നോക്കി. അവസാനം അദ്ദേഹത്തിന് ഒരു കോംപ്ലിമെൻ്റ് ചെയ്ത് ഫിനിഷ് ചെയ്യാൻ ദിനേശ് കാർത്തിക് വന്നു എന്നുള്ളതും കൂടി ആയപ്പോൾ ബാംഗ്ലൂരിൻ്റെ ഒരു ബാറ്റിംഗ് നമുക്ക് ഓക്കെ ആയി തോന്നി. ബാംഗ്ലൂരിൻ്റെ എല്ലാ സീസണിലും പറയാറുള്ളതാണ് ബാംഗ്ലൂരിൻ്റെ ബോളിങ്ങിനെ കുറിച്ച്. അവർ നല്ല ബാറ്റേഴ്സ് അവർക്കുണ്ടാവും. ബോളിംഗ് വരുമ്പോൾ ഓപ്ഷനിലായാലും അവർക്ക് എവിടെ നിന്നോ കിട്ടിയ കുറച്ച് ബോളേഴ്സിനെ വെച്ചിട്ട് അവർ ചെയ്യുന്നത്. ഇപ്പോൾ ഈ സീസണിൽ വളരെ പ്രതീക്ഷയോടെ കൊണ്ടുവന്ന അൽസാരി ജോസഫ് പോലും ഇതുവരെ നല്ലൊരു പ്രകടനം കാഴ്ചവെച്ചിട്ടില്ല. അപ്പോൾ എന്തുകൊണ്ടാണ് ബാംഗ്ലൂരിന് അങ്ങനെ ഒരു മിസ്റ്റേക്ക് സംഭവിക്കുന്നത് എല്ലാ പ്രാവശ്യവും? ബാംഗ്ലൂരിനെ സംബന്ധിച്ചിടത്തോളം എല്ലാ സീസണിലും ഈ പഴയ വീഞ്ഞ് പുതിയ കുപ്പിയിൽ നിന്നുള്ളൊരു രീതിയിലാണ് ബാംഗ്ലൂർ ടീമിനെ കൊണ്ടുവരുന്നത്. കാരണം അവർ ഏത് ലേലത്തിൽ പോയി കഴിഞ്ഞാലും ഏതെങ്കിലും ഒരു പ്ലെയറിന് പുറകെ പോയി മാക്സിമം എമൗണ്ട് അവിടെ ചിലവഴിച്ച് അയാളെ ടീമിലെത്തിക്കുക. മറ്റ് ആഭ്യന്തര താരങ്ങളെ അവർ ഫോക്കസ് ചെയ്യാറില്ല. ആ ഒരു പ്രശ്നം എല്ലാ സീസണിലും അവർക്ക് ഉണ്ടാവാറുണ്ട്. ഈ സീസണിലും ഇപ്പോൾ അൽസാരി ജോസഫിന് 11 കോടിയോ മറ്റോ കൊടുത്തിട്ട് കൊണ്ടുവന്നു. മറ്റൊരു നല്ല ബോളറെ ഒരു ലോക്കൽ ബോളറെ കൊണ്ടുവരാൻ വേണ്ടി അവർക്ക് സാധിച്ചിട്ടില്ല. അത് എല്ലാ സീസണിലും സംഭവിക്കുന്നതാണ്. ഈ സീസണിലും മാറ്റങ്ങളൊന്നുമില്ല. ഈ സീസണിലും ബോളിംഗ് യൂണിറ്റ് വളരെ വീക്കാണ്. ഈ യൂണിറ്റുമായിട്ട് അവർക്ക് ഈ ഇസാല കപ്നംദെ എന്ന് പറയുന്ന ഇത് പറഞ്ഞുകൊണ്ടിരിക്കുക എന്നല്ലാതെ ഈ സീസണിൽ അതിലൊരു മാറ്റം ഉണ്ടാകാനുള്ള സാധ്യത കാണുന്നില്ല. പക്ഷേ ബാറ്റിങ്ങിനെ സംബന്ധിച്ചിടത്തോളം ഈ ഫിനിഷിങ്ങിൽ അവർക്കൊരു 2 നല്ല ഇൻഫോം പ്ലേയേഴ്സിനെ കിട്ടി. DK നമുക്കറിയാം. പിന്നെ അദ്ദേഹം ഇടയ്ക്ക് മിന്നിയും ഇടയ്ക്ക് മങ്ങിയും നിൽക്കുന്ന ഒരു പ്ലെയർ ആണെങ്കിൽ പോലും ഈ ആദ്യ 2 മത്സരങ്ങൾ അത്യാവശ്യം കൺസിസ്റ്റൻ്റായിട്ട് കളിക്കുന്നു. അനുജ് റാവത്ത് നന്നായിട്ട് കളിച്ചു. അനുജ് റാവത്ത് ആ സിറ്റുവേഷൻ അഡാപ്റ്റ് ചെയ്ത് നന്നായിട്ട് കളിച്ചു. അപ്പോൾ ഈ 2 താരങ്ങൾ ഫിനിഷിങ്ങിൽ വന്നതോടുകൂടി ടോപ്പ് ഓർഡറിൽ കോഹ്ലി, മാക്സ്വെൽ, ഡുപ്ലിസി ഇതിൽ ഒരാൾ ഫോം ആവുകയാണെങ്കിൽ ബാക്കി ഞങ്ങൾ ഏറ്റു എന്ന് പറയാനുള്ള 2 പേര് അവർക്കുണ്ട്. അതുകൊണ്ട് തന്നെ ചേസ് ചെയ്യുന്ന സമയങ്ങളിൽ ബാംഗ്ലൂരിന് അഡ്വാൻറ്റേജ് തീർച്ചയായിട്ടും കിട്ടും. അത് ചിലപ്പോൾ അവരെ ഒരു പ്ലേ ഓഫ് വരെയൊക്കെ കൊണ്ടുപോയേക്കാം. പക്ഷേ ഒരു കപ്പിലേക്ക് എത്താൻ അവരിനിയും ടീം ഉടച്ചു വാർക്കേണ്ടതുണ്ട്. അടുത്ത മെഗാലയത്തിലെങ്കിലും അതിലൊരു മാറ്റം വരുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. പിന്നെ ഈ ബൗളർമാരുടെ കാര്യം നമ്മൾ അൽസാരി ജോസഫിൻ്റെ കാര്യമൊക്കെ പറഞ്ഞു. അപ്പോൾ നമ്മൾ ഈ സീസണിൽ വന്നൊരു മാറ്റം 2 ബൗൺസർ എറിയാമെന്നല്ലേ, ഒരു ഓവറിൽ 2 ബൗൺസർ എറിയാമെന്നല്ലേ. അപ്പോൾ ഈ അൽസാരി ജോസഫൊക്കെ ബൗൺസർ എറിയാൻ ശ്രമിച്ച് പരാജയപ്പെടുന്നു നമ്മൾ കണ്ടു, വൈഡായി പോകുന്നു ഇതൊക്കെ. പക്ഷേ സാധാരണയിൽ കവിഞ്ഞ ബൗൺസറുകൾ ഇതെല്ലാ ബോളേഴ്സും ബുദ്ധിയുള്ള കുറച്ച് ബോളേഴ്സ് ഇത് വളരെ സമർത്ഥമായി ഉപയോഗപ്പെടുത്തി. അപ്പം ഇത് ശരിക്കും പറഞ്ഞാൽ ഈ ഒരു സ്കോറിംഗ് റേറ്റിനെ അത് ടീം ടോട്ടലിനെ ഇപ്പം എനിക്കൊന്ന് അധിക മത്സരം 200-ന് മുകളിൽ ഒരു മത്സരം ഒക്കെ പോയിട്ടുള്ളത് തോന്നുന്നു. അപ്പോൾ അതൊരു ബോളേഴ്സിന് ഒരു അഡ്വാൻറ്റേജ് എങ്ങനെയൊക്കെയാണ് ഇത് കൊടുത്തത് അത് തീർച്ചയായും. കാരണം ഈ IPL ഏറ്റവും ശ്രദ്ധേയമായ ഒരു തീരുമാനം, ശ്രദ്ധേയമായ ഒരു മാറ്റമാണല്ലോ ഒരു ബൗളർക്ക് ഒരു ഓവറിൽ 2 ബൗൺസ് എറിയാന്നുള്ളത്. രാജ്യാന്തര ക്രിക്കറ്റിൽ ശരിക്കും ഒരു ബൗൺസറാണ് അനുവദനീയമായത്. അപ്പോൾ ശരിക്കും ഒരു വശത്ത് നോക്കുകയാണെങ്കിൽ ഒരു മത്സരത്തിൻ്റെ ആവേശം കൂട്ടും. കാരണം ചില സമയത്തെങ്കിൽ പോലും ഇതൊരു ബാറ്റ്സ്മാൻ്റെ ഗെയിമായി മാറാറുണ്ടല്ലോ IPL എന്ന് മാത്രമല്ല 2020 മത്സരങ്ങൾ മുഴുവൻ. കാരണം ഏത് പന്തും അടിച്ചു കയറ്റുന്ന ബാറ്റ്സ്മാൻമാർ. അപ്പോൾ ബൗളർക്ക് ഈ എസ്പെഷ്യലി ഡെത്ത് ഓവറുകളിൽ, കാരണം ഏറ്റവും ക്രൂഷ്യലായി മത്സരങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും ചാഞ്ചാടുന്ന ഒരു സമയമുള്ള ഡെത്ത് ഓവറിൽ. അപ്പോൾ അങ്ങനെയൊക്കെ ഒരു ബാറ്റ്സ്മാനെ അത്രയും ഫോമിലുള്ള ഒരു ബാറ്റ്സ്മാനെ പരീക്ഷിക്കാനും അല്ലെങ്കിൽ ബാറ്റ്സ്മാനിൽ ഒരു ചെറിയ മേൽക്കൈ നേടാനും ബൗൺസറുകളാണ് അവർക്ക് ഏക ഒരു വഴി. കാരണം ഒരു എഡ്ജ് വരാം, അല്ലെങ്കിൽ ഞാൻ പറഞ്ഞ ബൗണ്ടറി ലൈനിൽ പോലും ഒരു ക്യാച്ച് കൊടുക്കാനും ഒക്കെ ഒരു സാധ്യതയുള്ളത്. അപ്പോൾ അതിൽ പ്രധാനമായിട്ടൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ ടീമുകളിൽ നല്ല ഹൈറ്റുള്ള ബൗളർമാർ ഇഷ്ടംപോലെ ബൗൺസർ എറിയാൻ ഇപ്പോൾ ഓസ്ട്രേലിയൻ താരങ്ങളാണെങ്കിൽ പോലും ഇപ്പം ഗ്രീനും എല്ലാവരും അൽസാരി ജോസഫ് എല്ലാവരും ഉണ്ട്. അപ്പോൾ അത്തരം ബൗളർമാർക്ക് ഒരു ടീമിൽ അവർക്ക് കോൺട്രിബ്യൂട്ട് ചെയ്യാൻ ഒരു അവസരം കിട്ടുക. കാരണം വിക്കറ്റ് സാധാരണ ഇത് നമുക്കറിയാം ഡെത്ത് ഓവറുകളിൽ ഭയങ്കരമായിട്ട് വിക്കറ്റ് വീഴും. മധ്യ ഓവറുകളിൽ വിക്കറ്റ് സ്പിന്നർമാരുടെ ഒരു ഓവറുകളാണ് കുറച്ച് വിക്കറ്റ് റൺ നിരക്ക് കുറച്ച് കുറയുമെങ്കിലും വിക്കറ്റുകളുടെ എണ്ണത്തിൽ കുറവുണ്ടാവും. പക്ഷേ ഈ സമയത്ത് പോലും ബൗളർക്കൊരു പേസർമാർക്ക് മത്സരത്തിൻ്റെ ഏത് ഘട്ടത്തിലും ഒരു ആധിപത്യം കാണിക്കാൻ ഈ സമയത്ത് പറ്റുന്നുണ്ടെന്ന് തോന്നുന്നു. കാരണം പേസർമാരെ ഏത് സമയത്തും പരീക്ഷിക്കാം ഇത്തരം റൂളുകളൊക്കെ ഉള്ളതുകൊണ്ട്. ഇത് ശ്രദ്ധേയമായൊരു മാറ്റം. അതുപോലെ തന്നെ ഈ കഴിഞ്ഞ IPL-ലാണ് നമ്മൾ ഇമ്പാക്ട് പ്ലെയർ കൊണ്ടുവന്നത്. അതുപോലെ ഇത്തരം IPL-നെ പിടിച്ചു നിർത്തുന്നത് ഈ മത്സരത്തിൻ്റെ ആവേശം കൂട്ടുന്നത് ഇത്തരം നിയമങ്ങൾ തന്നെയാണ്. ഈ ബൗൺസറുകളുടെ കാര്യം പറഞ്ഞപ്പോൾ ബൗൺസറുകൾ എപ്പോഴും ഒരു ഇരുതലം മൂർച്ചയുള്ള വാളായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. നമുക്ക് ലൈനിലോ ലെങ്ത്തിലോ ചെറിയൊരു വീഴ്ച പറ്റിക്കഴിഞ്ഞാൽ ഷുവർ 6 ആണ് പന്ത്. പക്ഷെ നല്ല ലൈനിൽ വരുന്നൊരു പന്താണെങ്കിൽ അവിടെ വിക്കറ്റിന് ചാൻസ് എപ്പോഴും ഓപ്പൺ ആണ്. ഇപ്പോൾ കഴിഞ്ഞ മത്സരത്തിൽ നമ്മുടെ മുംബൈ ഗുജറാത്ത് മത്സരത്തിൽ അവസാന ഓവർ എറിഞ്ഞ ഉമേഷ് യാദവ് ആദ്യത്തെ പന്ത് സ്ലോ ബൗൺസർ ട്രൈ ചെയ്തു, 6 ആവുന്നു. അടുത്ത പന്ത് അദ്ദേഹം ലെങ്ത്തിലേക്ക് തിരിച്ചു വന്നു, 4 ആവുന്നു. പക്ഷേ അദ്ദേഹം വീണ്ടും അടുത്ത പന്ത് ബൗൺസർ എറിഞ്ഞിട്ടാണ് ഹാർദിക് പാണ്ഡ്യ പുറത്താക്കുന്നത്. അതിന് മുമ്പ് മോഹിത് ശർമ്മയുടെ ആ ഒരു സ്പെല്ല് നോക്കിക്കഴിഞ്ഞാൽ മോഹിത്തിൻ്റെ സ്ലോ ബൗൺസറുകളായിരുന്നു മുംബൈ ബാറ്റ്സ്മാൻമാരെ കൺഫ്യൂസ് ചെയ്യിച്ചത്.
അപ്പോൾ ഈ ബൗൺസറുകൾ എറിയുന്നതിൽ പേസ് മാത്രമല്ല, ഈ സ്ലോ ബൗൺസർ എത്ര നന്നായിട്ട് കൈകാര്യം ചെയ്യുന്നു എന്നൊരു ഫാക്ടർ കൂടി ഉണ്ട്. ഇപ്പോൾ 2 ബൗൺസർ എറിയാവുന്നൊരു ഓപ്ഷൻ വന്നതോടുകൂടി ബോളേഴ്സ്, ഈ പേസ് ഉള്ള ബോളേഴ്സ് വളരെ നന്നായിട്ട് ഇത് യൂസ് ചെയ്യുന്നുണ്ട്. പക്ഷേ അതേ സമയത്ത് ഇപ്പോൾ സ്റ്റാർക്കിനെ നമുക്കറിയാം, സ്റ്റാർക്ക് ആദ്യ മത്സരത്തിൽ 50 റൺസിന് മുകളിൽ വഴങ്ങി. സ്റ്റാർക്ക് ബൗൺസറിന് ട്രൈ ചെയ്യുന്നുണ്ട്, പക്ഷേ അദ്ദേഹത്തിൻ്റെ ലൈന് വാരി ചെയ്യുന്നു. ആ പേസ് കൂടെ വരുമ്പോൾ ഒരു എഡ്ജ് പോലും 6ലേക്ക് പോകുന്നുണ്ട്. അപ്പോൾ ബൗൺസറുകളുടെ ഒരു ഉപയോഗം തീർച്ചയായിട്ടും കൂടും, വരും മത്സരങ്ങളിൽ കൂടും. പക്ഷേ അത് എത്ര നന്നായിട്ട് സ്ലോ ബൗൺസറുകൾ യൂസ് ചെയ്യുന്നു, എത്ര നല്ല ലൈനിൽ എറിയുന്നു എന്നുള്ള കാര്യങ്ങൾ കൂടി ബൗൺസറുകളിൽ നിർണായകമാകും. ഈ ബൗൺസറുകളുടെ ഒരു പ്രതിരോധിക്കാനേ ഇപ്പം എനിക്ക് തോന്നി അന്ന് ആ മത്സരം കണ്ടപ്പോൾ തോന്നിയത് ഹാർദിക് അതിൽ അപ്പർ കട്ടായിരുന്നെങ്കിൽ ഈസി ആയിട്ട് ആ 6 ആയനെ ആ പന്ത്. പുള്ളി ആദ്യം കളിച്ച 6, ആദ്യം ബൗൺസർ അടിച്ചു 6 അടിച്ചു, അതേപോലെ തന്നെ ഈ ബൗൺസറും കളിച്ചു. പുള്ളിയോട് ഒരു സ്ട്രൈക്കർ എന്നുള്ള ആയതുകൊണ്ട് പുള്ളി അത് കളിച്ചു. പുള്ളി അതൊന്ന് അപ്പർ കട്ട് ചെയ്തിരുന്നെങ്കിൽ പോയതിനെ നമുക്ക് ഒരു തോന്നിപ്പോകുന്നൊരു കാര്യം. അപ്പോൾ എനിക്ക് തോന്നുന്നു ഇതിനെ പ്രതിരോധിക്കാൻ, ബൗൺസറുകളെ പ്രതിരോധിക്കാൻ ബാറ്റർമാരും ഇതുപോലത്തെ ഷോട്ടുകൾ, ഈ അപ്പർ കട്ട് പോലുള്ള ഷോട്ടുകളൊക്കെ ഒന്ന് കുറച്ചുകൂടി കൊണ്ടുവരുമെന്ന് തോന്നുന്നു. അല്ല, ആ സമയത്താണ് നമ്മൾ സൂര്യകുമാർ യാദവിനെയൊക്കെ മിസ് ചെയ്യുന്നത് ശരിക്കും ഇത്തരം പന്തുകൾ. കാരണം മുംബൈയുടെ തോൽവിയുടെ കാര്യത്തിലും ഈ ആരാധകരെല്ലാവരും ഏറ്റവും കൂടുതൽ പറഞ്ഞ കാര്യം മധ്യനിരയിൽ ആ സൂര്യകുമാർ യാദവിനെ മിസ് ചെയ്യുന്നുള്ളത്. കാരണം ആ ബാറ്റർക്ക് പകരം വെക്കാൻ ഇത്തവണ ഇപ്പോൾ തിലകാണ്, ടിം ഡേവിഡും ഇവരെല്ലാം ഉണ്ടെങ്കിൽ പോലും ഞാൻ പറഞ്ഞത് ശരിക്കും ഒരു എത്തിപ്പിടിക്കാവുന്ന ലക്ഷ്യം ഉണ്ടായിരുന്നുള്ളൂ മുംബൈക്ക്. പക്ഷേ സൂര്യകുമാറിൻ്റെ ആ അഭാവം ശരിക്കും പ്രതിഫലിക്കുകയും ചെയ്തു. അപ്പോൾ ഇപ്പോൾ സൂര്യകുമാർ യാദവ് ഇപ്പോൾ പരിക്ക് മൂലം പുറത്ത് നിൽക്കുന്നു. അങ്ങനെ ഒരുപാട് പ്ലേയേഴ്സ് ഇപ്പം അതുപോലെ തന്നെ പല ടീമുകൾക്കും ഉണ്ടല്ലോ. ഇത്തവണ പരിക്കിൻ്റെ ഒരു തിരിച്ചടി പല ടീമുകളും നേരിട്ടൊരു സീസണായത്. അപ്പോൾ നമ്മൾ അതുപോലെ മിസ് ചെയ്യുന്ന കുറേ കളിക്കാരുണ്ടോ? ഇപ്പോൾ ശരിക്കും മുംബൈ ശരിക്കും സൂര്യകുമാറിനെ മിസ് ചെയ്യും. അതുപോലെ തന്നെ മറ്റു താരങ്ങളെയൊക്കെ നമുക്ക് പറയാൻ ഉണ്ടോ? തീർച്ചയായിട്ടും. അതുപോലെ ഇപ്പോൾ ചെന്നൈയിൽ പറയുകയാണെങ്കിൽ ഡെവൻ കോൺവേ ആണ് ചെന്നൈയുടെ കഴിഞ്ഞ സീസണിൽ അറിയാം, കഴിഞ്ഞ 2 സീസണുകളിലും ഈ കോൺവേ ഋതുരാജ് ഓപ്പണിംഗ് ആയിരുന്നു അവരുടെ ഒരു ബേസ്. ആ ബേസിൽ നിന്ന് കിട്ടുന്ന ഒരു സ്കോറിങ്ങിലാണ് അവർ മുന്നോട്ട് പോയിക്കൊണ്ടിരുന്നത്. പക്ഷേ ഇത്തവണ കോൺവേ ഇല്ല, രജിനാണ് ഋതുവിൻ്റെ കൂടെ ഓപ്പൺ ചെയ്യുന്നത്. രജിൻ ഒരു നല്ല ബാറ്ററാണ്, പക്ഷേ രജിൻ ഒരു ആങ്കർ ഇന്നിങ്സ് കളിക്കാനുള്ളൊരു കേപ്പബിലിറ്റി ഉണ്ടോ എന്ന് നമുക്കൊരു സംശയമുണ്ട്. കാരണം അദ്ദേഹം ഇതുവരെ പ്രൂവ് ചെയ്തിട്ടില്ല. അദ്ദേഹം തീർച്ചയായിട്ടും കളിക്കുമായിരിക്കാം. പക്ഷേ ഈ കോൺവേ കളിക്കുന്ന രീതിയിൽ കോൺവേ നമുക്കറിയാം ആ ഒരു ആങ്കർഡ് ഇന്നിങ്സ് പുള്ളി വളരെ നന്നായിട്ട് കൈകാര്യം ചെയ്യും. അങ്ങനെ വരുമ്പോൾ ഋതുവിന് കുറച്ചുകൂടി ഫ്രീ ആയിട്ട് കളിക്കാൻ പറ്റും. കഴിഞ്ഞ മത്സരത്തിൽ നോക്കിക്കഴിഞ്ഞാൽ രജിൻ ആദ്യം തന്നെ അറ്റാക്ക് ചെയ്ത് കളിക്കാൻ തുടങ്ങി. അതോടുകൂടി ഋതു ഇച്ചിരി ഡിഫെൻസീവിലേക്ക് മാറി അദ്ദേഹം പെട്ടെന്ന് ഔട്ടാവുകയാണ് ചെയ്തത്. അപ്പോൾ ആ ഒരു ബാലൻസ് ഒരു ചെറിയൊരു പ്രശ്നം അവർക്ക് വന്നിട്ടുണ്ട്. അപ്പോൾ കോൺവേയുടെ ഒരു അഭാവം സത്യത്തിൽ ചെന്നൈയെ ഭയങ്കരമായിട്ട് ബാധിച്ചിട്ടുണ്ട്. അതുപോലെ ഗുജറാത്തിലേക്ക് വന്നാൽ നമുക്കറിയാം മുഹമ്മദ് ഷമിയുടെ ഒരു സ്പെല്ലായിരുന്നു സത്യം പറഞ്ഞാൽ ഗുജറാത്തിൻ്റെ ഒരു മെയിൻ വെപ്പൺ. പക്ഷേ ഷമി ഇല്ലാതായതോടുകൂടി ആര് ആ സ്ലോട്ടിലേക്ക് വരും? നമുക്ക് ഉമേഷ് യാദവിനെ നമുക്ക് പരീക്ഷിക്കാവുന്നൊരു ബോളറാണ്. പക്ഷേ എന്നാൽ പോലും ഷമി ഉണ്ടാക്കുന്നൊരു ഇമ്പാക്റ്റ് ന്യൂ ബോൾ കൊണ്ടായാലും ഡെത്ത് ഓവറിലായാലും ഉമേഷിന് ഉണ്ടാക്കാൻ സാധിച്ചിട്ടില്ല. അതുപോലെ മറ്റു താരങ്ങളും പല ടീമുകൾക്കും അതുപോലെ മിസ് ചെയ്യുന്നുണ്ട്. ഇപ്പോൾ നമ്മൾ കൂടുതലും ഇന്ത്യൻ താരങ്ങളെ കേന്ദ്രീകരിച്ചാണ് നമ്മുടെ ചർച്ച എന്ന് പറഞ്ഞു. ഇപ്പോൾ ധവ് നേരത്തെ പറഞ്ഞ പോലെ ഈ സീസണിലെ താരങ്ങൾ അല്ലെങ്കിൽ വിദേശ താരങ്ങളാണെങ്കിൽ ഇപ്പോൾ അവരെക്കുറിച്ച് കൂടെ ചർച്ച പോകേണ്ടി എന്ന് തോന്നുന്നു അല്ലേ? എനിക്ക് തോന്നുന്നു നമ്മുടെ ഹൈദരാബാദ് കൊൽക്കത്ത മത്സരമല്ലേ, അത് ശരിക്കും ഒരു വിദേശ താരങ്ങളുടെ പെർഫോമൻസ് ആയിരുന്നു. ആദ്യം റസലിൻ്റെ ഒരു വെടിക്കെട്ട്, അതിനോട് തത്തുല്യമായ രീതിയിൽ ക്ലാസിൻ്റെ തിരിച്ചടി. നിർഭാഗ്യവശാൽ ഹൈദരാബാദ് തോറ്റുപോയി. പക്ഷേ എനിക്ക് തോന്നുന്നു ഇപ്പം ഡിവിലിയേഴ്സ് നമ്മുടെ IPL ഏറ്റവും മികച്ച വിദേശ താരങ്ങളിൽ ഒരാളെന്ന് പറയുന്നത് ഡിവിലിയേഴ്സ് പോലും പറഞ്ഞു ഇന്ന് ലോകത്തെ ഏറ്റവും ബെസ്റ്റ് ബാറ്റർ എന്ന് പറയുന്നത് ക്ലാസനാണ്. ഫോമിലായാൽ ഏത് 360 പ്ലെയറാണ് പുള്ളി. പിന്നെ സ്പിന്നിനെ കളിക്കും, പേസിനെ കളിക്കും. അപ്പം പിന്നെ പുള്ളി എനിക്ക് തോന്നുന്നു സൗത്ത് ആഫ്രിക്കൻ 2020 ലീഗിൽ കളിച്ചിട്ടാണ് ഇങ്ങോട്ട് വരുന്നത്. അപ്പം ഈ ഡിവിലിയേഴ്സിന് ശേഷം ഈ ഒരു IPL ഒരു ഐക്കൺ, ഒരു ഫോറിൻ ഐക്കണായി മാറാനുള്ളൊരു ക്ലാസിൻ്റെ ഒരു സാധ്യത എത്രത്തോളമാണ്? ക്ലാസിൻ്റെ പറയുമ്പോൾ അദ്ദേഹത്തിൻ്റെ ഒരു ബാറ്റിംഗ് റീച്ച് നമുക്ക് സമ്മതിച്ചു കൊടുത്തേ മതിയാവും. അദ്ദേഹം ഒരു ഗോൾഫ് പ്ലെയറെ പോലെയാണ് ബാറ്റ് ഹോൾഡ് ചെയ്യുന്നത് തന്നെ. അത്രയും ടോപ്പ് ആംഗിൾ ടോപ്പ് ഗ്രിപ്പിൽ പിടിച്ചിട്ട് അദ്ദേഹം ഒരു ഗോൾഫറെ പോലെ വളരെ ഈസി ആയിട്ടാണ് 6 അടിക്കുന്നത്. നമുക്കറിയാം 6 ഒക്കെ പോയി വീഴുന്നത് ടോപ്പ് ടിയറിലാണ്. അപ്പോൾ അത്രയും റീച്ചുള്ളൊരു പ്ലെയറാണ്. ഈ പറഞ്ഞ പോലെ സ്പിൻ അദ്ദേഹം നന്നായിട്ട് കൈകാര്യം ചെയ്യുന്നു. റസലിന് പോലും ചില സമയങ്ങളിൽ സ്പിന്നൊരു വെല്ലുവിളിയാണ്. പക്ഷേ ക്ലാസിനെ സംബന്ധിച്ചോളം സ്പിന്ന് വളരെ കാഷ്വലായിട്ട് അദ്ദേഹം കളിക്കുന്നുണ്ട്. അപ്പോൾ ഈ ഡിവിലിയേഴ്സ് പറഞ്ഞ പോലെ ഫോമിലായിക്കഴിഞ്ഞാൽ ക്ലാസൻ അത്രയും ഡേഞ്ചറസ് ആയ ഒരു ബാറ്റർ ചിലപ്പോൾ വേറെ ഇല്ലയെന്ന് നമുക്ക് പറയേണ്ടി വരും. റസലിൻ്റെ കാര്യം പറഞ്ഞാൽ റസൽ എല്ലാ സീസണിലും ഇതുപോലെ 1-2 മത്സരങ്ങൾ ഒരു മാച്ച് വിന്നർ ആവാറുണ്ട്. റസലിൻ്റെ ഒരു ഫോം അനുസരിച്ചിരിക്കും സ്വാഭാവികമായിട്ടും കൊൽക്കത്തയുടെ ഒരു മുന്നോട്ട് പോകും. കാരണം അവർക്കൊരു സ്റ്റാർ പ്ലെയർ എന്ന് പറയാൻ മറ്റൊരു ഇന്ത്യൻ ബാറ്റർ ഇല്ല. ഇപ്പോൾ അയ്യരൊക്കെ ഉണ്ടെങ്കിൽ പോലും അവരുടെ ഒരു ഡിപ്പെൻഡബിൾ ഫിനിഷർ എന്ന് പറയുന്നത് റസൽ തന്നെയാണ്. ഈ റസലും ഈ പറഞ്ഞ പോലെയാണ്. ഫോമിലായി കഴിഞ്ഞാൽ അദ്ദേഹവും അത്രയും ബ്രൂട്ടൽ ഫോഴ്സാണ്. നമുക്ക് ഒരു ഓപ്ഷൻ ഇല്ല. ഒരു യോർക്കർ വെച്ചാലും ഒരു ബൗൺസർ വന്നു കഴിഞ്ഞാലും ലെങ്ത് ബോൾ ആയാലും അദ്ദേഹത്തിൻ്റെ എഡ്ജ് പോലും വളരെ സുഖമായിട്ട് ബൗണ്ടറി കടക്കും. അപ്പോൾ ഈ 2 ബാറ്റേഴ്സും ഇനിയുള്ള മത്സരങ്ങളിൽ അവരുടെ ടീമുകൾക്ക് വളരെ നിർണായകമായ ഒരു ഇത് തന്നെ ആയിരിക്കും. പക്ഷേ ഇപ്പോൾ ഈ ക്ലാസിൻ്റെ കാര്യം പറഞ്ഞു, അതുപോലെ തന്നെ റസലിൻ്റെ കാര്യം പറഞ്ഞപ്പോഴേ അപ്പോഴാണ് ഓർമ്മ നമ്മുടെ ഈ IPL ഇമ്പാക്ട് സബ്സ്റ്റിറ്റ്യൂട്ട് റൂളിൽ
അതിപ്പം പണ്ടൊക്കെ നമ്മൾ IPL സീസണുകളിൽ ഏറ്റവും വലിയ ശക്തി ഓൾറൗണ്ടർമാർ തന്നെയായിരുന്നു. ഈ ഇമ്പാക്ട് റൂൾ വന്നപ്പോൾ മുമ്പ് വിമർശനങ്ങളുണ്ടായിരുന്നു ഇത് ഓൾറൗണ്ടർമാരെ കില്ല് ചെയ്യും എന്നുള്ളത്. കാരണം ഇവർക്ക് നല്ല സ്പെഷ്യലിസ്റ്റ് ബാറ്റർമാരെയും സ്പെഷ്യലിസ്റ്റ് ബോളർമാരെയും ഇറക്കാനുള്ളൊരു ചാൻസ് ഉണ്ടല്ലോ. അപ്പോൾ ശരിക്കും ഈ റൂൾ കൊണ്ട് നമ്മളിപ്പം റസലൊക്കെ ഒരു വശത്ത് പിടിച്ചു നിൽക്കുമെങ്കിലും ശരിക്കും ഇതുകൊണ്ടുള്ള ഒരു വലിയൊരു ഡിമർട്ടല്ലേ അത്. കാരണം നമ്മൾ ഈ നല്ല ഓൾറൗണ്ടർമാരെ ടീമിന് പരീക്ഷിക്കാൻ പറ്റുന്നില്ല. അതുകൊണ്ട് തന്നെ അവർ ആവശ്യത്തിനുള്ള ബോളർമാരെ പിടിച്ചു വെക്കുന്നു, അല്ലെങ്കിൽ ബാറ്റ്സ്മാനെ പിടിച്ചു വെക്കുന്നു. ഏറ്റവും അത്ഭുതമായിട്ട് തോന്നുന്നത് നമ്മുടെ അർഷദീപ്, പഞ്ചാബിൻ്റെ ബോളർ അർഷദീപ് ഒക്കെ ഇന്നലെ ഇമ്പാക്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ആയിട്ട് ബോൾ ചെയ്യേണ്ടി വരുന്നു എന്ന് പറയുന്നത്. നമുക്ക് ഒരു കാലത്ത് ഇന്ത്യയുടെ ന്യൂ ബോൾ സ്പെഷ്യലിസ്റ്റ് വരെയായിരുന്നു അർഷദീപ്. അപ്പോൾ അർഷദീപ് ഇപ്പം ഇമ്പാക്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ആയിട്ടാണ് ഇറങ്ങുന്നത്. അപ്പോൾ അതൊരു ഈ പുതിയൊരു നിയമത്തിൻ്റെ ഒരു ന്യൂനതയല്ലേ ഇങ്ങനത്തെ ഒരു കാര്യങ്ങളൊക്കെ. അതിൻ്റെ അകത്ത് വേറൊരു കാര്യമുള്ളത്, നമുക്ക് കുറച്ചുകൂടെ ഓപ്ഷൻസ് കിട്ടുവാണ്, കുറച്ചുകൂടെ പ്ലെയേഴ്സിന് അവസരം കിട്ടുന്ന ഒരു കാര്യം കൂടെ ഉണ്ട്. ഇന്നലെ ഇപ്പോൾ മഹിപാൽ ലോംറോർ ഇറങ്ങിയത്, ലോംറോറിൻ്റെ ഒരു ഇമ്പാക്റ്റ് കിട്ടി, ബാംഗ്ലൂരിന് കൃത്യമായിട്ട് കിട്ടി. അപ്പോൾ അതുപോലുള്ള പ്ലെയേഴ്സിന് അവസരം കൂടെ ഈ ഇമ്പാക്ട് പ്ലെയർ സബ്സ്റ്റിറ്റ്യൂഷനൂടെ വരുന്നുണ്ട്. ഇപ്പോൾ കഴിഞ്ഞ ദിവസം അർഷദീപിനെ കൊണ്ടുവന്ന് പറഞ്ഞു, അർഷദീപ് വന്നു ഇമ്പാക്റ്റ് ആയിട്ടാണ് വന്നത്. അതുകൊണ്ട് അവർക്ക് മറ്റൊരു പ്ലെയറെ, ശശാങ്ക് സിംഗിനെ പോലെ ഒരു ബാറ്റർ അവർക്ക് പരീക്ഷിക്കാൻ സാധിച്ചു. അപ്പോൾ അങ്ങനെ ഒരു ഓപ്ഷൻ കൂടെ വരുന്നുണ്ട്. ഈ ആഭ്യന്തര താരങ്ങൾക്ക് ഒരു ഓപ്ഷൻ കിട്ടും, ഇമ്പാക്ട് പ്ലെയർ ആയിട്ട് ഒരു ത്രൂ ഔട്ട് മത്സരം കിട്ടിയില്ലെങ്കിലും ബാറ്റിങ്ങിലോ ബോളിങ്ങിലോ അവർക്കൊരു ഇമ്പാക്റ്റ് ഉണ്ടാക്കാൻ സാധിച്ചാൽ 11 കൃത്യമായിട്ടൊരു പ്ലേസ് അവർക്ക് കിട്ടുന്നുണ്ട്. അപ്പോൾ അങ്ങനെ ഒരു ഗുണം കൂടെ ഇമ്പാക്ട് സബ്സ്റ്റിറ്റ്യൂഷൻ വഴി കിട്ടുന്നുണ്ട് തീർച്ചയായിട്ടും. പിന്നെ നമ്മൾ ഇമ്പാക്റ്റ് പ്ലെയർ ഈ സീസണിൽ നമ്മൾ ഏറ്റവും ഒരു VIP ഇമ്പാക്റ്റ് പ്ലെയർ ആയിട്ട് പ്രതീക്ഷിച്ചത് ധോണിയായിരുന്നു. പക്ഷേ ധോണി സീസണിൽ ആദ്യ മത്സരത്തിൽ തന്നെ കീപ്പറായി കളിച്ചു. അപ്പോൾ ധോണിയുടെ ഒരു ഞാൻ ഇത് നിങ്ങൾ വിചാരിക്കുന്ന പോലെയല്ല, പുള്ളി എപ്പോഴും നമ്മൾ അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് കാര്യങ്ങൾ ചെയ്യുന്ന ഒരാളാണ്. അപ്പം പുള്ളി തുനിഞ്ഞിറങ്ങിയിരിക്കുകയാണെന്ന് തോന്നുന്നു. ധോണിയുടെ ഈ പറഞ്ഞ പോലെ ധോണി സസ്പെൻസ് പോലെ തന്നെ സീസണിന് തൊട്ട് മുമ്പ് ക്യാപ്റ്റൻസി അങ്ങോട്ട് മാറി വെച്ചു. അപ്പോൾ സ്വാഭാവികമായിട്ടും എല്ലാവരും പ്രതീക്ഷിക്കുന്നത് ധോണിയുടെ അവസാന സീസൺ ആയിരിക്കും. അപ്പോൾ ധോണിയോടൊക്കെ ചെന്നൈ ടീമങ്ങളൊക്കെ ഒരു നീതി കാണിച്ചു. അപ്പോഴും നമ്മൾ ഈ പറയുന്ന പോലെ ഞാനൊക്കെ ഒരു കടുത്ത മുംബൈ ആരാധകനാണ്. അപ്പോൾ നമ്മുടെ മനസ്സിലൊക്കെ ഇപ്പോഴും ഉള്ളൊരു വിഷമം നമ്മുടെ രോഹിത് ശർമ്മ ഫീൽഡിൽ നിൽക്കുമ്പോൾ കാണുന്ന ഒരു വിഷമമുണ്ട്. കാരണം നമ്മുടെ 5 കിരീടം നേടി നമ്മുടെ ക്യാപ്റ്റൻ, അപ്പോൾ ക്യാപ്റ്റനെ ഈ അർജുൻ നേരത്തെ പറഞ്ഞതുപോലെ ലോങ് ഓൺ ഫീൽഡിങ്ങിന് ഹാർദിക് അയക്കുക. കാരണം ഒരു കാലത്ത് മുമ്പ് പറഞ്ഞു അത് ഹാർദിക് ഫോമിൽ അല്ലാതിരുന്ന കാലത്ത് പോലും ഹാർദിക്കിന് അവസരം കൊടുക്കണം, ഹാർദിക്കിനെ മാറ്റിയിട്ടെന്ന് പറഞ്ഞ് സെലക്ടർമാരോട് ആവശ്യപ്പെട്ട് ടീം നിലനിർത്തിയിരുന്ന ആളാണെന്ന് മുൻപ് വെളിപ്പെടുത്തലുകളൊക്കെ ഉണ്ടായിരുന്നു, രോഹിത് തന്നെയാണെന്ന്. അപ്പോൾ അങ്ങനെ ഒരു ക്യാപ്റ്റനോടൊരു നീതികേട് കാണിച്ചു. അപ്പം നമ്മൾ ഇനി ഒരു രോഹിത്തിൻ്റെ ഒരു ഭാവി എന്നുള്ളത് നമ്മൾ ചർച്ച ചെയ്യേണ്ട കാര്യമാണെന്ന് തോന്നുന്നു. കാരണം രോഹിത്ത് ഈ IPL മത്സരം നിർത്തുമെന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം ആരാധകരും പ്രതീക്ഷിക്കുന്നില്ല. കാരണം രോഹിത്തിനൊരു അങ്ങനെ ഒരു സ്പിരിറ്റുള്ള ഒരു മനുഷ്യനാണ്. അപ്പോൾ രോഹിത് ശരിക്കും ഇനി എന്നാ രോഹിത്തിൻ്റെ ഭാവി? ശരിക്കും അടുത്ത സീസണിൽ നേരത്തെ റൂമറുകളുണ്ടായിരുന്നു രോഹിത് ധോണി പോയി കഴിയുമ്പോൾ ചെന്നൈയിലേക്ക് മാറും, അല്ലെങ്കിൽ പന്ത് തിരിച്ചു വന്നില്ലെങ്കിൽ ഡൽഹിയിലേക്ക് രോഹിത് എത്തും. അപ്പോൾ രോഹിത് ശരിക്കും ഞങ്ങൾ മുംബൈ ആരാധകരൊക്കെ പ്രതീക്ഷിക്കുന്നത് ഈ അപമാനം സഹിച്ചും രോഹിത് അവിടെ തുടരരുതെന്നാണ്. അതിനോട് ആരെങ്കിലും യോജിക്കുന്നുണ്ടോ? അവിടെ ഈ അപമാനം എന്ന് പറയുന്ന ഒരു പ്രശ്നമുണ്ട്. കാരണം ഹാർദിക്കിനെ മുംബൈ കൊണ്ടുവരാൻ തീരുമാനിക്കുന്ന ഒരു 5-6 മാസത്തിന് മുമ്പാണ് അവരതിനുള്ള പ്ലാനിങ് നടത്തുന്നത്. മാനേജ്മെൻറ്റ് ആ പ്ലാനിങ് വരുന്നത് അവരത് നടത്താനുള്ള ഒരു പ്രധാന കാരണം എന്ന് പറഞ്ഞാൽ ഈ വരുന്ന T20 ലോകകപ്പ് രോഹിത് കളിച്ചേക്കില്ല എന്നൊരു റൂമേഴ്സ് ഉണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെയാണെങ്കിൽ സ്വാഭാവികമായിട്ടും പാണ്ഡ്യയാണ് അടുത്ത ഓപ്ഷൻ. ഹാർദിക് പാണ്ഡ്യ ആയിരിക്കും സ്വാഭാവികമായിട്ടും. അദ്ദേഹം വൈറ്റ് ബോളിൽ ഇപ്പോൾ കുറേ സീരീസുകൾ ഇന്ത്യ ക്യാപ്റ്റനായിട്ട് ലീഡ് ചെയ്തതാണ്. അപ്പോൾ ഇന്ത്യൻ ക്യാപ്റ്റൻ തന്നെ നമുക്ക് വേണം എന്നുള്ളൊരു തീരുമാനം ആയിരിക്കാം മേ ബി മുംബൈ ഹാർദിക്കിനെ ടീമിലേക്ക് എടുക്കാനുള്ള കാരണം. അതിനുശേഷമാണ് രോഹിത് T20 ലോകകപ്പിൽ വന്നേക്കും അല്ലെങ്കിൽ ക്യാപ്റ്റനായിട്ട് ഉണ്ടാകും എന്നൊരു സൂചന ജയ്ഷാൻ നൽകുന്നത്. അതോടുകൂടി സത്യം പറഞ്ഞാൽ മുംബൈ മാനേജ്മെൻറ്റാണ് ധർമ്മസങ്കടത്തിലായത്. ഈ പ്രസ് മീറ്റിൽ തന്നെ ബൗച്ചറോടും ഹാർദിക്കിനോടും ആൾക്കാർ ചോദിച്ചിട്ടുണ്ടായിരുന്നു, മീഡിയ ചോദിച്ചു എന്തുകൊണ്ട് ക്യാപ്റ്റനെ മാറ്റി, എന്തായിരുന്നു തീരുമാനത്തിന് പുറകിൽ. രണ്ടുപേരും അതിന് ഉത്തരം കൊടുത്തില്ല. അപ്പോൾ സ്വാഭാവികമായിട്ട് രണ്ടുപേർക്കും ഉത്തരം പറയാനുള്ള വിലക്ക് കാണുമായിരിക്കും. പിന്നെ രോഹിത്തിനെ സംബന്ധിച്ചിടത്തോളം കഴിഞ്ഞ ദിവസം സുരേഷ് റൈന പറഞ്ഞായിരുന്നു, ഇപ്പോൾ ഇവിടെ 10 ടീമുകൾ കളിക്കുന്നുണ്ടെങ്കിൽ ആ 10 ടീമുകളുടെയും ക്യാപ്റ്റൻ സത്യത്തിൽ രോഹിത്താണ്. കാരണം വരുന്ന T20 ലോകകപ്പിൽ രോഹിത് ആയിരിക്കും തീരുമാനിക്കുന്നത് ഈ 10 ടീമിൽ നിന്ന് ആരൊക്കെ ഇന്ത്യൻ ടീമിലേക്ക് വരണമെന്ന്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഭാവിയെക്കുറിച്ച് ഒരു സംശയം വരേണ്ട കാര്യമില്ല. അദ്ദേഹം സേഫാണ്, അദ്ദേഹം അത് എൻജോയ് ചെയ്ത് കളിക്കുന്നുണ്ട്. പിന്നെ രോഹിത് ഹാർദിക്കിൻ്റെ കീഴിൽ കളിക്കുന്നതിലൊരു പ്രശ്നം ഉണ്ടോ എന്ന് ചോദിച്ചാൽ അത് സ്വാഭാവികമായിട്ട് ഒരു ഈഗോ പ്രശ്നം ചിലപ്പോൾ ഉണ്ടായേക്കാം. പിന്നെ ധോണിയായിട്ട് നമ്മൾ തീർച്ചയായിട്ടും കമ്പയർ ചെയ്യാൻ പറ്റുന്നില്ല. അദ്ദേഹം വേറൊരു ലെവലിലേക്ക് പോയി കഴിഞ്ഞു. അദ്ദേഹത്തിൻ്റെ ടീമിൻ്റെ ഐക്കണാണ്. അദ്ദേഹത്തെ മാറ്റി നിർത്തിയ ചെന്നൈ ടീം ഇല്ല. നമുക്കൊരു സ്റ്റാർഡം എന്ന് പറഞ്ഞ ആരാധകർ വരുന്ന പോലും ധോണിയെ കാണാനാണ്. നമുക്കറിയാം ഇപ്പോൾ രോഹിത് ഫാൻസ് ആയാലും കോഹ്ലി ഫാൻസൊക്കെ ആയി കഴിഞ്ഞാലും ഇവരുടെ ഷോട്ടുകളും ഇന്നിങ്സുകളൊക്കെ സ്റ്റാറ്റസ് ഇടുമ്പോൾ ധോണി വിക്കറ്റ് കീപ്പറായിട്ട് നിൽക്കുന്ന ഒരു ക്യാച്ച് എടുത്തു കഴിഞ്ഞാൽ അല്ലെങ്കിൽ ചുമ്മാ ഒരു ബോൾ കളക്ട് ചെയ്ത് കഴിഞ്ഞാൽ അതുപോലും ആൾക്കാർ ആഘോഷിക്കുക. അപ്പോൾ ആ രീതിയിൽ ധോണി മാറിക്കഴിഞ്ഞു. അപ്പോൾ ധോണിയുമായിട്ട് രോഹിത്തിനെ കമ്പയർ ചെയ്യുന്നതിലൊരു സാധ്യത ഇല്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. പിന്നെ ഈ രോഹിത്തിൻ്റെ ക്യാപ്റ്റൻസിയെ കുറിച്ച് പറയുമ്പോൾ രോഹിത്തിൻ്റെ ബാറ്റിങ്ങിനെ കുറിച്ചും പറയണം. നമ്മൾ രോഹിത്തിൻ്റെ ഒരു പ്രതിഭയിലൊന്നും ആർക്കും സംശയമല്ല, രോഹിത്തിൻ്റെ ഷോട്ടുകൾ സംശയമല്ല. പക്ഷേ ഒരു ഇന്നിങ്സിനെ ക്യാരി ചെയ്യാൻ രോഹിത്തിന് പറ്റുന്നുണ്ടോ എന്നുള്ളൊരു സംശയമുണ്ട്.
കാരണം പുള്ളി ഒരു 10 ഓവറോ ഇപ്പം ഏകദിനം 10 ഓവർ 15 ഓവർ കളിക്കുന്ന ഏകദിനത്തിലാണെങ്കിൽ ഇതിലാണെങ്കിൽ പവർ പ്ലേയിൽ നന്നായി കളിക്കുന്നു. പിന്നെ ഇപ്പോൾ കോഹ്ലി കൊണ്ടുപോകുന്ന പോലെ, കോഹ്ലി ഇപ്പോൾ കഴിഞ്ഞ ദിവസം ബാംഗ്ലൂരിൻ്റെ ഇന്നിങ്സിനെ കൊണ്ടുപോയ പോലെ കൊണ്ടുപോകാൻ ശരിക്കും രോഹിത്തിന് പറ്റുന്നുണ്ട്. അപ്പോൾ അതിന് സ്റ്റാറ്റിസ്റ്റിക്സ് ഉണ്ട്. കാരണം രോഹിത്തിന് IPL ഒരു സെഞ്ചുറിയേ ഉള്ളൂ. രോഹിത്തിനെ പോലെ ഒരു ബാറ്ററിൽ നിന്ന് പ്രതീക്ഷിക്കുന്ന ഒരു കാര്യമല്ല. ഇപ്പോൾ കോഹ്ലിക്ക് 7 സെഞ്ചുറി എങ്ങുണ്ട്, സഞ്ജുവിന് 3 സെഞ്ചുറി ഉണ്ട്. അപ്പോൾ രോഹിത്തിനെ പോലെ ഇത്ര ഹിറ്ററായ ഒരു ബാറ്റർ ഇത്ര ഒരു കാലം രാജ്യാന്തര ക്രിക്കറ്റിൽ 264 പോലെ ഒരു ഹയസ്റ്റ് സ്കോർ ഏകദിനത്തിൽ അടിച്ചൊരു ബാറ്റർ എടുത്തെന്ന് എക്സ്പെക്റ്റ് ചെയ്യുന്ന രീതിയിൽ ഒരു വലിയ ബിഗ് ഇന്നിങ്സ് രോഹിത്തിൽ നിന്ന് വരുന്നില്ല എന്നുള്ളൊരു പ്രശ്നമുണ്ട്. അത് IPL അപ്പം ഒരു 10, 30, 40 രോഹിത് കളിക്കുന്നത് നല്ലതായിരിക്കും, നല്ല പുള്ളുകൾ ഉണ്ടാവും, എല്ലാം ഉണ്ടാവും. പക്ഷെ നമുക്ക് കാണാനും എല്ലാം രസമായിരിക്കും. പക്ഷെ അത് ഈ ടീമിനെ ജയിപ്പിക്കുക, അങ്ങോട്ട് കൊണ്ടുപോയി ടീമിനെ ക്യാരി ചെയ്യുക എന്നുള്ള കാര്യത്തിൽ രോഹിത് ഇച്ചിരി ശ്രദ്ധിക്കണമെന്ന് തോന്നുന്നു. ആരാധകർ അതിനുള്ള മറുപടി പറയുന്നത് നമ്മുടെ 5 IPL കിരീടങ്ങൾ ഉയർത്തിക്കാട്ടിയിട്ടാണ്. അതാണ് ഞങ്ങൾ മുംബൈ ആരാധകർ ഉയർത്തി കാണിക്കുന്നത്. പക്ഷെ അങ്ങനെ പറയുമ്പോഴും ആ ടീമിൻ്റെ ഒരു പ്രത്യേക അത് ഉണ്ടാവില്ല. കാരണം ആ ടീമിലെ നല്ല സൂര്യകുമാറിനെ പോലെയും പ്ലേയേഴ്സ് ഉണ്ടായിരുന്നു, പൊള്ളാഡിനെ പോലെ. അപ്പം അത് തന്നെയാണ് ആ ചോദ്യത്തിനുള്ള ഉത്തരം. പ്ലേയേഴ്സ് ഓൾറെഡി ഉള്ള സ്ഥിതിക്ക് അദ്ദേഹം ഒരു ഓപ്പണിംഗ് കൊടുത്താൽ മതി. രോഹിത് ഇപ്പോൾ കരിയറിൻ്റെ 2ാമത്തെ ഫേസിലേക്ക് നിൽക്കുക. അപ്പോൾ അദ്ദേഹം ഫോക്കസ് ചെയ്യുന്നത് ഒരു സ്റ്റാർട്ട് നൽകുക, അത് ക്യാരി ചെയ്യാനുള്ള ബാറ്റേഴ്സ് പുറകെ വരുന്നുണ്ട്. അപ്പോൾ അദ്ദേഹം അതിൽ ഫോക്കസ് ചെയ്യുന്നുള്ളൂ. അല്ലാതെ ഒരു കോഹ്ലിയെ പോലെ ഒരു ആങ്കർ ഇന്നിങ്സ് കളിക്കുക എന്നുള്ളൊരു, പണ്ടും രോഹിത്തിന് ആ ഒരു ശൈലി ഇല്ലായിരുന്നു. പക്ഷേ ഒരു നല്ല സ്റ്റാർട്ട് കിട്ടിയത് മുമ്പോട്ട് കൊണ്ടുപോകുന്ന പ്ലെയർ തന്നെയാണ് രോഹിത്. പിന്നെ മുംബൈ ബാറ്റർ, അവരുടെ യുവനിര, നിങ്ങളെ ടീമിൻ്റെ യുവനിര, അത് അവരൊരു പ്രതീക്ഷക്കൊത്ത് വന്നോ എന്നുള്ളതൊരു ഒരു മത്സരം കഴിഞ്ഞുള്ളൂ. എങ്കിൽ പോലും അതിലും എനിക്ക് ആ മത്സരത്തിൽ ഹാർദിക്ക് വരുന്നതിന് മുമ്പ് ബ്രവിസും അവർ കളിച്ചതേ, അവരവിടെ നിന്ന് കളിച്ചു. പക്ഷേ ജയിപ്പിക്കുക എന്നുള്ളൊരു ഇത് ഉണ്ടാക്കാൻ അവർക്ക് പറ്റിയില്ല. അതെ, അത് ഈ സീസണിൽ നമ്മൾ ഈ ഹാർദിക്കിനെ കൊണ്ടുവരുന്നതിന് വേണ്ടി ഞങ്ങൾ കുറച്ചുകൂടെ കാണിച്ച ഒരു അറ്റകൈ പ്രയോഗമായിരുന്നു ഞങ്ങൾ കാമറോൺ ഗ്രീനിനെ വിട്ടുകൊടുക്കുക എന്ന് പറയുന്നത്. കാരണം പേഴ്സ് ബാലൻസ് ക്ലിയർ ആക്കാനൊക്കെ അത് ശരിക്കും നമുക്ക് തിരിച്ചടിയായിരുന്ന ആദ്യത്തെ ഒരു മത്സരത്തിലൂടെ കണ്ടു. കാരണം സൂര്യകുമാറും ഇല്ല, ഗ്രീനും ഇല്ല. ശരിക്കും അപ്പോൾ എക്സ്പീരിയൻസ് ആയിട്ടൊരു പ്ലെയർ ഇല്ലാത്തൊരു അവസ്ഥ വന്നു. കാരണം ഈ ടിം ഡേവിഡിനൊക്കെ ആണെങ്കിൽ പോലും നല്ല ചിലപ്പോൾ കളിക്കാൻ പറ്റും, ചില പന്തുകൾ പോലും കണക്ട് ചെയ്യാൻ പോലും പറ്റാത്തൊരവസ്ഥ വന്നു. അതാണ് നമുക്ക് ആ ഒരു സമയത്ത് കുറേ ഡോട്ട് ബോളുകൾ വഴങ്ങി മുംബൈക്ക് തിരിച്ചടിയായത്. അപ്പം പിന്നെ അതുപോലെ തന്നെ നമുക്ക് ഇപ്പോൾ നമ്മുടെ പുതുമുഖങ്ങളുടെ കാര്യം പറഞ്ഞപ്പോഴും മുംബൈ ഇപ്പോഴും ഈ പീയൂഷ് ചൗളയൊക്കെ നമ്മൾ ഈ തവണത്തെ ലേലത്തിന് സംഭവിച്ചൊരു കാര്യം അതാ, ഒരു പുതിയൊരു സ്പിൻ ബോളറെ, ഒരു ആഭ്യന്തര താരം ഉൾപ്പെടെയാണെങ്കിൽ പോലും അങ്ങനെ ഒരു ബോളർക്ക് വേണ്ടി ഒരു ശ്രമം നടത്തിയിട്ടില്ല. ഇപ്പോഴും നമ്മൾ പീയൂഷ് ചൗളയെ ഒരുപാട് അമിതമായിട്ട് ആശ്രയിക്കുന്നുണ്ട്. ചൗള നമുക്കറിയില്ല, ഇപ്പോൾ പ്രായം കൂടി, പുള്ളിയുടെ വേരിയേഷനുകൾ കുറഞ്ഞു. എന്താ പറയുക, ഇപ്പോൾ എല്ലാവർക്കും ഇപ്പം IPL കളിക്കുന്ന ഇത്രയും വർഷമായിട്ട് IPL കളിക്കുന്നതുകൊണ്ട് എനിക്ക് തോന്നുന്നു ഇപ്പോൾ എല്ലാ ടീമിലെയും ബോളർക്ക് പീയൂഷ് ചൗളയെ കൃത്യമായിട്ട് അറിയാം, പന്തുകൾ നേരിടാൻ അറിയാം. അപ്പോൾ ആ ഒരു വേരിയേഷൻ്റെ കുറവും അങ്ങനെ ഒരു സ്പിൻ ബോളിങ്ങിലൊരു ഡെപ്ത് കുറവൊക്കെ ഇപ്പം മുംബൈയെ വലട്ടുന്നുണ്ട്. അതുപോലെ തന്നെ പിന്നെ നമ്മുടെ ഈ പറയുന്ന പോലെ പേസ് നിരക്കി ഇപ്പം ബുംറ വന്നോടെ ആശ്വാസമായെങ്കിലും പക്ഷേ ഒരു ആഭ്യന്തര ബോളറുടെയൊക്കെ ഒരു കുറവുണ്ട്. നല്ലൊരു ആഭ്യന്തര പേസർ, ശക്തമായൊരു പേസർ കുറവുണ്ട്. പക്ഷേ ഇതിപ്പോൾ ഒരാഴ്ചയിലേ ആയുള്ളൂ, നിങ്ങളൊക്കെ കണ്ടുകൊള്ളുക. കാരണം ഞങ്ങൾക്ക് ഇനിയും ആഴ്ചകൾ ഞങ്ങൾക്ക് മുമ്പിലുണ്ട്. ഈ പറയുന്ന പോലെ ഞങ്ങളെ മുംബൈയെക്കുറിച്ച് എപ്പോഴും പറയുന്ന കാര്യം എന്താണെന്ന് വെച്ചാൽ ഞങ്ങൾ ബെല്ലടിച്ചിട്ടേ ക്ലാസ്സിൽ കയറുള്ളൂ എന്നുള്ള ഒരു നിർബന്ധ ബുദ്ധിക്കാരാണ്. കാരണം പ്ലേ ഓഫിൻ്റെ ആ സിഗ്നൽ വരുമ്പോഴാണ് ഞങ്ങൾ പ്ലേ ഓഫിൽ കയറുള്ളൂ. ആ ലാസ്റ്റ് മാച്ച് വരെ ഞങ്ങൾ ഈ സസ്പെൻസ് ഇങ്ങനെ നിലനിർത്തിക്കൊണ്ടിരിക്കും. അവസാനം കയറുന്നു, എലിമിനേഷനിലൂടെ കയറി, എലിമിനേറ്ററി കൂടെ കയറി പ്ലേ ഓഫിൽ കയറുന്നു, അങ്ങനെ കപ്പടിക്കുന്നു. അതാണ് ഞങ്ങളുടെ ഒരു രീതി. അപ്പോൾ ഇത്തവണയും മറ്റ് ടീമുകളുടെ ആരാധകർക്ക്, ഇപ്പോൾ ബാംഗ്ലൂരിൻ്റെ ആരാധകൻ ഇവിടെയുണ്ട്, ചെന്നൈയുടെ ആരാധകനുണ്ട്, നിങ്ങൾക്കൊക്കെ ഞങ്ങളുടെ മുംബൈയിൽ നിന്ന് അങ്ങനത്തെ ഒരു ത്രില്ലർ പ്രതീക്ഷിക്കാം. ഇപ്പോൾ മുംബൈയെക്കുറിച്ച് നമ്മൾ കുറേ പറഞ്ഞു, ആവശ്യത്തിലധികം പറഞ്ഞു എന്ന് തോന്നുന്നു. ഇപ്പോൾ ഈ കഴിഞ്ഞ മത്സരങ്ങൾ വെച്ചിട്ട് ഏറ്റവും ഇമ്പ്രസീവായി തോന്നിയൊരു, ബാലൻസ്ഡ് ആയി തോന്നിയൊരു ടീം ഏതാണ്? എന്നെ സംബന്ധിച്ചിടത്തോളം മുംബൈ തന്നെയാണ് ഏറ്റവും ബാലൻസ്ഡ് ആയ ടീം. കാരണം അവർ തോറ്റ് തുടങ്ങിയെങ്കിൽ പോലും അത് തോൽക്കേണ്ട മത്സരമായിരുന്നില്ല. ഈ മധ്യ ഓവറുകളിൽ ഒരു ഇൻഎക്സ്പീരിയൻസിന്റെ പുറത്ത് സംഭവിച്ചാണ്. അല്ല, അപ്പോൾ തന്നെ അതിൻ്റെ ഒരു ബാലൻസിന്റെ പ്രശ്നം അതാണ്. സൂര്യകുമാറിന്റെ ഒരു വരവോട് കൂടി ആ ബാലൻസ് അവർക്ക് തീർച്ചയായിട്ടും അവർക്ക് ബാലൻസ് ചെയ്യാൻ പറ്റും. അപ്പോൾ അതിനകത്തൊരു സംശയമില്ല. പിന്നെ ഇവരുടെ ബോളിംഗ് യൂണിറ്റ് പറയുകയാണെങ്കിൽ ഇപ്പോൾ കോട്സെ, ലൂക്ക് വുഡ്, ബുംറ, ആ ഒരു പേസ് ത്രയം തന്നെ അവർക്ക് വളരെ ഡിപ്പെൻഡബിൾ ആയ ഒരു പേസ് ത്രയമാണ് വരുന്നത്. അപ്പോൾ ബാറ്റിങ്ങിലായി കഴിഞ്ഞാൽ ടോപ്പ് ഓർഡറിൽ രോഹിത് വരുന്നു, കിഷൻ വരുന്നു, ഇനിയിപ്പോൾ ഹാർദിക് ടോപ്പ് ഓർഡറിലേക്ക് വരുവാണെങ്കിൽ അതുകൂടെയായി. സൂര്യൻ കൂടെ വരുമ്പോൾ ടോപ്പ് 4 എന്ന് പറഞ്ഞാൽ വളരെ സ്റ്റേബിളാണ്, വളരെ പ്രോമിസിംഗ് ആയ കളിക്കാരാണ്. പിന്നെ തിലകിനെ പോലെ യങ്സ്റ്റേഴ്സ് ഉണ്ട്. പിന്നെ അമൻദീർ നന്നായിട്ട് തുടങ്ങിയായിരുന്നു ആ മത്സരത്തിൽ. അപ്പോൾ അതുപോലെ വരുന്നു. ഇപ്പോൾ വിഷ്ണു വിനോദ് പിന്നെ വേണമെങ്കിൽ ഇമ്പാക്ട് പ്ലെയർ ആയിട്ട് വരാവുന്നതാണ്. നേഹാൽ വധേരയുണ്ട്. അപ്പോൾ അവർ കംപ്ലീറ്റ്ലി ബാലൻസ്ഡ് ആണ് ടീം. പക്ഷെ നമ്മളിപ്പം മുംബൈയുടെ കാര്യം പറഞ്ഞപ്പോഴും ഞാനൊരു ഫേവറേറ്റ് ടീമിൻ്റെ കാര്യം ചോദിച്ചല്ലോ. അപ്പോൾ ഒരു
ഒരു സന്തുലിതമായൊരു ടീം സഞ്ജുവിൻ്റെ രാജസ്ഥാനാണ് തോന്നുന്നത്. കാരണം രാജസ്ഥാൻ ടീമിന് കഴിഞ്ഞ ഒരു സീസണിനെ അപേക്ഷിച്ച് കാര്യമായ പൊളിച്ചെഴുത്തുകളൊന്നും ഇല്ലാതെയാണ് ഇത്തവണ എത്തിയത്. കാരണം കഴിഞ്ഞ വർഷം തന്നെ നമ്മൾ പറയുമായിരുന്നു അവരുടെ ബാറ്റിംഗ് ഓർഡറിൻ്റെ ആ ഡെപ്ത് നമ്മൾ പറയുമായിരുന്നു, അവരുടെ ബോളിങ്ങും ഇത്തവണയും ബോളിംഗ് ശരിക്കും നമുക്ക് പറയണം. കാരണം ട്രെന്റ് ബോൾട്ടിന്റെ ഫസ്റ്റ് സ്പെല്ല് എന്തൊരു നല്ല സ്പെല്ലായിരുന്നു. അതെ. അതിനൊപ്പം തന്നെയാണ് നമ്മുടെ ഇപ്പോൾ അശ്വിൻ അവിടെ ഉണ്ട്. ചഹലിനൊന്നും കഴിഞ്ഞ വർഷം കഴിഞ്ഞ ദിവസത്തെ മത്സരത്തിൽ കാര്യമായി ഒന്നും ചെയ്യേണ്ടി വന്നില്ല. എന്നാൽ പോലും അവരുടെ ബോളിങ്ങും ബാറ്റിംഗ് അങ്ങനെ ഒരു സന്തുലിതമായ ടീം ഇപ്പോഴും നിൽക്കുന്ന രാജസ്ഥാനാണ് തോന്നുന്നത്. ആ ടീമിന് നെഗറ്റീവ് ആയിട്ടുള്ള ഇപ്പോൾ ഏതൊരു കാര്യം ഈ ബട്ട്ലറുടെ ഫോമാണ്. അതുകൂടെ ആയിക്കഴിഞ്ഞാൽ ശരിക്കും ഇപ്പോൾ രാജസ്ഥാനെ പിടിച്ചാൽ കിട്ടത്തില്ലെന്ന് തോന്നുന്നു. കാരണം ഈ വരാൻ പോകുന്നത് കാരണം ഹെഡ്മെയർ ഒക്കെ ഫിനിഷറായിട്ട് ഹെഡ്മെയറും അങ്ങനത്തെ ഒരുപാട് പ്ലേയേഴ്സ് ഉള്ളതുകൊണ്ട്. റിയാൻ പരാഗ് ആദ്യത്തെ സീസണിൽ പലരും പരിഹസിച്ച ഒരു പ്ലെയറാണ്. പക്ഷേ ഈ ആഭ്യന്തര സീസണിൽ എന്തൊരു നല്ല കളി അദ്ദേഹം കളിച്ചത്. കാരണം ഈ പരാഗിനെ ടീമിലെടുത്തതിനെ കുറിച്ച് എപ്പോഴും ട്രോളുകളാണ്. അവർ ഫാൻസിന്റെ അവരുടെ ഫാൻസിന്റെ ഇത് പിന്തുണ കിട്ടാൻ വേണ്ടി മാത്രം ഒരു ഫാൻ ബോയ് ആയിട്ട് മാത്രം പരാഗിനെ ടീമിൽ കൊണ്ടുവരുന്ന, അല്ലെങ്കിൽ ഫീൽഡിങ്ങിന് വേണ്ടി മാത്രം കൊണ്ടുവരുന്ന എന്നൊക്കെ പറഞ്ഞ് എപ്പോഴും പരാമർശങ്ങളുണ്ടായിരുന്നു. പക്ഷെ അതിനുള്ള എല്ലാ മറുപടിയാണ് കഴിഞ്ഞ ദിവസത്തെ ഇന്നിങ്സ് പരാഗിന്റെ. അപ്പോൾ നമുക്ക് ഇത് വൈൻഡപ്പ് ചെയ്യാം. അപ്പോൾ ഈ പറഞ്ഞ ചർച്ചയിൽ വെച്ചിട്ട് ഏത് ടീമാണ് നല്ല ടീം? ഞാൻ മുംബൈ ആരാധകനാണെങ്കിൽ പോലും നിലവിൽ ഞാൻ രാജസ്ഥാനൊപ്പമാണ്. എൻ്റെ അഭിപ്രായത്തിൽ മുംബൈ തന്നെയാണ്. ഈ ടീം ബാലൻസ് എന്ന രീതിയിൽ നോക്കുകയാണെങ്കിൽ മുംബൈ തന്നെയാണ് ഏറ്റവും ബാലൻസ്ഡ് ആയ ടീം. എനിക്കും രാജസ്ഥാനോടാണ് ഒരു ഇത് തോന്നുന്നത്. കാരണം അവരുടെ ബാറ്റിങ്ങും പ്രത്യേകിച്ചും എനിക്ക് ആ ബാറ്റിംഗ് സഞ്ജുവിൻ്റെ ഇന്നിങ്സും ഒക്കെ അതിനപ്പുറം ബോൾട്ടിന്റെ സ്പെല്ല് അവരുടെ ബോളിങ്ങും ബാറ്റിങ്ങും കൂടി നേടിയ ഒരു വിജയമായിരുന്നു ആ മത്സരം. ബോൾട്ടിന്റെ ഒരു സ്പെല്ലാണ് ഇംപ്രസീവ് ആയിട്ടുള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നെക്സ്റ്റ് ആരെറിയും എന്നുള്ളൊരു പ്രശ്നം അവർക്കുണ്ട്. സന്ദീപ് ശർമ്മ ആദ്യത്തെ മത്സരത്തിൽ കുഴപ്പമില്ലാതെ എറിഞ്ഞു, പക്ഷേ ഡിപ്പെൻഡബിൾ ആയ ഒരു ബോളറായിട്ട് സന്ദീപിനെ നമുക്ക് എത്ര മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കുന്നുള്ള ചോദ്യം അവിടെ ഉണ്ട്. എന്തായാലും IPL മത്സരങ്ങൾ ഒരാഴ്ച മാത്രമേ പിന്നിട്ടിട്ടുള്ളൂ. ടീമുകളുടെ ഫോമിനെ കുറിച്ചും അവരുടെ സ്റ്റാറുകളുടെ ഫോമിനെ കുറിച്ചും ഒക്കെ ഒരുപാട് പ്രതീക്ഷകളുണ്ട്. അതുപോലെ തന്നെ ആരാധകർക്ക് ഒരുപാട് ആശങ്കകളുമുണ്ട്. അപ്പോൾ വരും ദിവസങ്ങളിൽ ഈ ആശങ്കകൾക്കെല്ലാം ഉള്ള ഉത്തരങ്ങൾ താരങ്ങൾ തന്നെ നൽകുമെന്ന് പ്രതീക്ഷിക്കാം. അതുപോലെ തന്നെ സീസൺ പുരോഗമിക്കുമ്പോൾ ഡഗ് ഔട്ടുമായിട്ട് ഞങ്ങൾ വീണ്ടും വരും. അതുവരെ എല്ലാവർക്കും നന്ദി.